Good morning. Okay, start ചെയ്യാം. റെഡി ആയോ എല്ലാവരും? Yes, ma'am. നോട്ടൊക്കെ കയ്യിലെത്തിയോ? നോട്ടൊക്കെ വായിക്കുന്നുണ്ടോ? വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ പിന്നെ മറുപടി ഇല്ലല്ലോ. വായിച്ചു നോക്കിയാ നമ്മളെടുത്ത ഭാഗം വരെയൊക്കെ? ഹലോ Yes, ഹലോ. ma'am. ആ നമ്മളെവിടെ വരെ എടുത്തത് വല്ല ഓർമ്മയിലോ നോക്കട്ടെ. Clinical dataസിൽ ഓപ്പറേഷൻ റിപ്പോർട്ട് വരെ എടുത്തു. യെസ്, ഓപ്പറേഷൻ റിപ്പോർട്ട് വരെയാണ് നമ്മൾ എടുത്തത് അല്ലെ. ഓപ്പറേഷൻ റിപ്പോർട്ട്, അതായത് ക്ലിനിക്കൽ ഡാറ്റാസ്. ഡാറ്റ എങ്ങനെയാണ് ഒരു ഹോസ്പിറ്റൽസിൽ പലതരത്തിലുള്ള ഡാറ്റകൾ വരിക, ആ ഡാറ്റകളൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് എന്താകും, മെഡിക്കൽ റെക്കോർഡുകളായി മാറും അല്ലെ. അപ്പൊ അങ്ങനെ 22 തരത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലിനിക്കൽ ഡാറ്റാസ് പല പല സ്ഥലങ്ങളിൽ ഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് അവരവിടെ കളക്ട് ചെയ്യുന്ന പേഷ്യൻസിനെ സംബന്ധിക്കുന്ന പല പല വിവരങ്ങളാണ്. അതായത് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ നമ്മൾ ഒരു രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പേരുകളൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്, പിന്നെ നമുക്ക് എവിടേക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ കിട്ടിയിട്ടുണ്ട്, ലാബ് ടെസ്റ്റുകൾ നടത്തിയിട്ട്, ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ മറ്റു പ്രൊസീജിയേഴ്സ്, ഇതിനെല്ലാം എല്ലാ സ്ഥലങ്ങളിലും പല പല റെക്കോർഡുകൾ ഉണ്ടാകും. ആ ഡാറ്റാസ് ഒക്കെ അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ആ ഡാറ്റകൾ ഏതൊക്കെയാണെന്നാണ് കുറെ 10-22 എണ്ണം നമുക്ക് എഴുതി വെച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓപ്പറേഷൻ ഡാറ്റയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുക? ഫസ്റ്റ് ഓഫ് ഓൾ ദേ ഹാവ് ടു ടേക്ക് ദ കൺസെന്റ് ഫോർ ദ സർജറി. നമുക്കറിയാം ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള കൺസെന്റ് പേഷ്യന്റിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അതവിടെ ഒരു ഡാറ്റയായി. ആൻഡ് പ്രീ അനസ്തേഷ്യ, പോസ്റ്റ് അനസ്തേഷ്യ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതിന്റെ അതിന്റെ റിപ്പോർട്ടുകൾ, ഓപ്പറേഷൻസിന്റെ റിപ്പോർട്ടുകൾ, ഓൾ ദീസ് തിങ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ഓപ്പറേഷൻ റിപ്പോർട്ട്. ഇതെല്ലാം ഓപ്പറേഷൻ റിപ്പോർട്ടിലാണ് വേണ്ടത്. ആൻഡ് ഓൾസോ പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസിസ് ടെസ്റ്റ്. അതായത് നമുക്കറിയാം ഓപ്പറേഷന് മുമ്പ് ചില എന്താ പറയാ രോഗനിവാരണത്തിന് വേണ്ടിയിട്ടുള്ള ചില ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടായിരിക്കും. ലാബ് ടെസ്റ്റുകളാകാം, ബ്ലഡിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ആകാം. അപ്പൊ ഒത്തിരി കാര്യങ്ങളൊക്കെ ടെസ്റ്റിന് വേണ്ടി ചെയ്തിട്ടുണ്ടാകും സർജറിക്ക് മുമ്പ്. All these things are also included in operation report. അതും ഓപ്പറേഷൻ റിപ്പോർട്ടിനകത്ത് വരുന്നതാണ്. ആൻഡ് എന്തൊക്കെയാണോ ആ ഒരു ഓപ്പറേഷൻ കഴിയുമ്പോൾ what all things are detected from our body organs, normal or and also both abnormal അല്ലെ. നോർമൽ ആയിട്ടുള്ളതോ അബ്നോർമൽ ആയിട്ടുള്ളതോ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മള് ഓപ്പറേഷൻ സമയത്ത് അവർ ഡിറ്റക്ട് ചെയ്തിരിക്കുന്നത്. ഡിറ്റക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, കണ്ടെത്തുക. ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും ചില പുതിയ കാര്യങ്ങൾ, ചിലപ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും പർപ്പസിന് വേണ്ടിയായിരിക്കും ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്, സർജറി. പക്ഷെ അതിന്റെ ബിറ്റ്വീനില് ഇഫ് ദേ ഹാവ് ഡിറ്റക്ടഡ് എനി അബ്നോർമൽ കേസസ് ഓൺ ദ പാർട്ട് ഓഫ് അവർ ബോഡി, നമ്മുടെ ബോഡിയിലെ ഓർഗൻസിൽ പല ഏതെങ്കിലും അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വളരെ ബ്രീഫായിട്ട് അതും ഡിസ്ക്രൈബ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ടായിരിക്കണം, എക്സ്പ്ലെയിൻ ചെയ്ത്. ആൻഡ് ഓൾസോ വാട്ട് എവർ തിങ്സ് ആർ യൂസ്ഡ് ഫോർ ദ സർജറി, നമ്മുടെ സർജറിക്ക് പ്രൊസീജിയേഴ്സിന് വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഡ്രെയിൻസ്, സ്പോഞ്ചസ്, സ്റ്റിച്ചേഴ്സ്, അതുപോലെ തന്നെ നെയിം ഓഫ് ദ സർജൻ ആൻഡ് ദ അസിസ്റ്റൻസ്, ഓൾ തിങ്സ് ഷുഡ് ബി മെൻഷൻഡ് ഇൻ ദ ഓപ്പറേറ്റിംഗ് റിപ്പോർട്ട്. ഓപ്പറേറ്റിംഗ് റിപ്പോർട്ടിൽ ഇതെല്ലാം മെൻഷൻ ചെയ്തിരിക്കണം. അങ്ങനത്തെ സ്റ്റിച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ്സ് ഒക്കെ കേട്ടോ. അതായത് ഇപ്പൊ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ സ്റ്റിച്ച് ഒക്കെ ഇടുമല്ലോ, തീർച്ചയായിട്ടും. അപ്പൊ അത് എത്ര എണ്ണം ഉണ്ട്, അതിന്റെ നമ്പറും മറ്റു കാര്യങ്ങളൊക്കെ അവര് അത് റെക്കോർഡ് ചെയ്ത് അതിനകത്ത് ഓപ്പറേഷൻ റിപ്പോർട്ടിനകത്ത് എല്ലാം എഴുതണം. എന്തൊക്കെ സാധനം ഉപയോഗിച്ചിരുന്നത് വരെ എഴുതി വെക്കുന്നത് എന്തിനാ? അപ്പോൾ ഈ സർജറി ഒക്കെ കഴിഞ്ഞ് അതെല്ലാം പുറത്തന്നെ ഉണ്ടോ എന്ന് അറിയണം അല്ലെ. അവർക്ക് എൻഷുർ ചെയ്യണം. ചിലപ്പോ അബദ്ധവശാൽ പലതും സംഭവിക്കാനായിട്ടുള്ള
ഇടയുണ്ട്. അത് മാത്രമല്ല സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കണമെന്ന് പറയുന്നതിന്റെ കാരണം. ക്ലിയർ ആയോ? ഓപ്പറേഷൻ റിപ്പോർട്ട് വരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാ. സോ നമ്മൾ ഇനി അടുത്തതിലേക്ക് പോവുകയാണ്. റിക്കവറി റൂം റെക്കോർഡ്. ഇനി റിക്കവറി റൂം റെക്കോർഡാണ് അടുത്തത്. ആഫ്റ്റർ ദ സർജറി നമ്മളിപ്പോ ഓപ്പറേഷൻ തിയേറ്ററിൽ വരെ എത്തിയിരുന്നിരുന്നു. ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ പേഷ്യന്റ് വിൽ ബി ഷിഫ്റ്റഡ് ടു ദ റൂംസ്, റിക്കവറി റൂംസ് അല്ലെങ്കിൽ വാർഡ്സ്, എവിടേക്കാണോ അവരുടെ പ്രത്യേക സ്ഥലത്തേക്ക് അവരെ മാറ്റും. അപ്പൊ ആഫ്റ്റർ ദ സർജറി ടൈം എപ്പോഴാണോ സർജറി തീർന്നതെന്നും അതിനുശേഷം ആളെ നമ്മൾ നഴ്സിംഗ് റൂമിലേക്ക് വരുന്നത് വരെയുള്ള ചില എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിക്കവറി റൂം റെക്കോർഡിനകത്ത് റെക്കോർഡ് ചെയ്യണം. അതായത് ഓപ്പറേഷനിൽ നിന്ന് വിട്ടു, അവിടുന്ന് ഓപ്പറേഷൻ റൂമിൽ നിന്ന് ആളെ ഷിഫ്റ്റ് ചെയ്യാണ്. സോ അവിടുന്ന് ലീവ് ചെയ്യുന്ന സമയം മുതൽ ടിൽ ദ പേഷ്യന്റ് റീച്ചസ് ദ നഴ്സിംഗ് റൂം, റിക്കവറി റൂമിലേക്ക് എത്തുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് വരും. അതെല്ലാം റിക്കവറി റൂം റെക്കോർഡ് എന്ന് പറയുന്ന റെക്കോർഡായിട്ടാണ് വരുന്നത്. അവിടുന്ന് വിട്ടു എവിടേക്ക് എത്തണം? നഴ്സിംഗ് റൂമിലേക്ക്, അതായത് റിക്കവറി റൂമിലേക്ക്. ചിലപ്പോൾ ചില പേഷ്യൻസിനെ റിക്കവറി റൂമിലേക്ക് മാറ്റും, നേരിട്ട് റൂമിലേക്കോ വാർഡിലേക്കോ അല്ലാതെ. കാരണം അവർക്ക് കുറച്ചും കൂടി ഓപ്പറേഷൻ കഴിഞ്ഞതിന്റെ പേരിൽ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് അതിന് ശേഷം ഉണ്ടെങ്കിൽ ടു ഗെറ്റ് ബെറ്റർ കെയർ, കുറച്ചും കൂടി നന്നായിട്ടൊന്ന് കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവരെ റിക്കവറി റൂമിലേക്ക് ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുക. അതിനുശേഷമായിരിക്കും റൂംസിലേക്ക് മാറ്റുക, കുറച്ച് സ്റ്റേബിൾ ആയി എന്നൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ. ഓക്കെ, അപ്പൊ അതുവരെയുള്ള ഗ്യാപ്പിന് അകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം റെക്കോർഡിൽ കൊടുക്കണം. മനസ്സിലായോ? ഇപ്പൊ സർജറി കഴിഞ്ഞു, ഇപ്പൊ ബ്ലീഡിങ് ഉണ്ട് ഒരുപാട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിപ്പോർട്ടായിട്ട് അവിടെ ഇതും എപ്പോ കഴിഞ്ഞു, എത്ര സമയം എടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെക്കുകയായിരിക്കും. ഏതില്? റിക്കവറി റൂം റെക്കോർഡില്. ക്ലിയർ ആയോ? അതൊക്കെയാണ് റിക്കവറി റൂം റെക്കോർഡുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാകുന്ന റെക്കോർഡ്സ്. ക്ലിയർ ആണോ? ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ നഴ്സിംഗ് നോട്ട്സ് ആണ്. എന്താ നഴ്സിംഗ് നോട്ട്സ്? നമ്മൾ നേരത്തെ ഫിസിഷ്യൻസ് പ്രോഗ്രസ് നോട്ട് എന്ന് പറയുന്ന ഒരു റെക്കോർഡ് കണ്ടു അല്ലെ? അതും ക്ലിനിക്കൽ ഡാറ്റയിൽ വരുന്നത്. അതായത് ഫിസിഷ്യൻസ് ആഫ്റ്റർ ഒബ്സർവിംഗ് ദ പേഷ്യൻസ് ഡേ ബൈ ഡേ, റുട്ടീൻ കെയർ ഒക്കെ ഓരോ ദിവസവും അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന പേഷ്യൻസിനെ ചെന്ന് കാണുന്നു, കാലത്ത് വൈകുന്നേരമൊക്കെയുള്ള സെഷൻസിൽ പോയി വിസിറ്റ് ചെയ്തു, അവരുടെ രോഗങ്ങളുടെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചും ചോദിച്ചും ഒക്കെ അറിഞ്ഞ് അതൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കും അല്ലെ? എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട്, അത് ഫിസിഷ്യൻസ് തയ്യാറാക്കുന്ന പ്രോഗ്രസ് നോട്ട്സ് ആണ്. And the same way, nurses also prepare some notes regarding the patients. Patientsനെ സംബന്ധിക്കുന്ന ചില നോട്ടുകൾ നഴ്സസും ചെയ്യാറുണ്ട്. എന്താ അത്? അപ്പൊ എല്ലാ സമയവും ഒന്നും പോയിട്ട് ഡോക്ടേഴ്സിന് പോയിട്ട് ഫിസിഷ്യൻസിന് പോയിട്ട് പേഷ്യൻസിന്റെ അടുത്ത് ഇരിക്കാനോ എപ്പോഴെപ്പോഴും പോകാനൊന്നും പറ്റില്ല. അപ്പൊ ചിലപ്പോ വൺസ് ഇൻ എ ഡേ ആയിരിക്കാം, ചിലപ്പോൾ 2 times in a day ആയിരിക്കാം. അല്ലാത്ത സമയങ്ങളിലും ഓൾസോ ചില പേഷ്യൻസിന് ഷുഡ് ഹാവ് ബെറ്റർ കെയർ, കുറച്ചുകൂടി നല്ല രീതിയിലുള്ള കെയർ കിട്ടേണ്ട ചില പേഷ്യൻസ് ഹോസ്പിറ്റൽസിൽ വരാറുണ്ടല്ലോ. അപ്പൊ അവരെയൊക്കെ നോക്കാനായിട്ട് ഓരോ ഫ്ലോറിലൊക്കെ ഏതെങ്കിലും ഒരു ക്യാബിനിൽ ഇങ്ങനെ 1, 2, 3 നഴ്സസിനെയൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. സോ ദാറ്റ് അവരുടെ ഡ്യൂട്ടിയാണ് അവർക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന പേഷ്യൻസിനെ അവര് ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും അല്ലെങ്കിൽ ചിലപ്പോ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള അവേഴ്സിൽ മണിക്കൂറുകളുടെ ഇടയിൽ ഒക്കെ പോയിട്ട് ചിലപ്പോൾ അവരെ പരിശോധിക്കേണ്ടി വരും. അങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന കാര്യങ്ങൾ ഓൾ വിൽ ബി റിട്ടൺ ആസ് നഴ്സസ് നോട്ട്സ്. അതെല്ലാം എന്ത് ചെയ്യും? അവർ നോട്ട് ചെയ്തിരിക്കും. അപ്പൊ എന്താണ് പേഷ്യന്റിനെ എന്ത് ഒബ്സർവേഷൻസ് നടത്തി, വാട്ട് ട്രീറ്റ്മെന്റ് is given, ഇനി ആ നഴ്സ് എന്ത് മരുന്നെങ്കിലും കൊടുത്തോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുത്തോ, ഓൾ ദീസ് തിങ്സ്. ആൻഡ് ഓൾസോ ദ പേഷ്യൻസ് റെസ്പോൺസ് ടു ദ ട്രീറ്റ്മെന്റ്, ആ ട്രീറ്റ്മെന്റിനോട് പേഷ്യന്റിന്റെ പ്രതികരണം വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട്. അത് ചോദിക്കാറില്ലേ നഴ്സസ് ഒക്കെ വന്നിട്ട്? നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ചില ആളുകളെ അഡ്മിറ്റ് ചെയ്തിരിക്കുമ്പോ നമ്മളുടെ ക്ലോസ് റിലേറ്റീവ്സ് ഒക്കെ ആണെങ്കിൽ നമ്മളൊന്നും ജസ്റ്റ് പോയി കാണും, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും, എന്നാലും ഞാൻ ആശുപത്രി കയറുന്നത് അവളൊന്നും വന്നില്ലല്ലോ അല്ലെങ്കിൽ അവരൊന്നും വന്നില്ലല്ലോ എന്നവർ വിചാരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? പോകാറുണ്ട് അല്ലെ കാണാനായിട്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ ചെല്ലുമ്പോ ആ സമയത്തൊക്കെ ചിലപ്പോൾ നഴ്സസ് ഒക്കെ അവരുടെ പേഷ്യന്റിനെ നോക്കാനായിട്ട് വരുന്ന സമയത്ത് നമ്മൾ പതുക്കെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അല്ലെ? നമ്മൾ അവർക്ക് ഒരു തടസ്സമാകാതിരിക്കണം. അപ്പൊ അങ്ങനെ വന്ന് അവര് വരുന്നു കഴിയുമ്പോൾ നമുക്ക് പുറത്തുനിന്നായാലും കാണാം അവർ പരിശോധിക്കുന്നത്. ചിലപ്പോൾ BP എടുക്കുന്നതാകാം, ചിലപ്പോൾ ഇഞ്ചക്ഷൻ കൊടുക്കാനായിരിക്കാം, ചിലപ്പോൾ ചില മരുന്നുകൾ കൊടുക്കാനായിരിക്കാം. അപ്പോഴൊക്കെ അവർ ചോദിക്കും എങ്ങനെയുണ്ട്, സുഖമായോ, എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ കാര്യങ്ങൾ ചോദിക്കും. അതൊക്കെയാണ് റെസ്പോൺസ് എന്ന് പറഞ്ഞത്. അതൊക്കെ അവിടെ എഴുതി, അതൊക്കെ അവരുടെ നോട്ട്സിൽ എഴുതണം. ആരുടെ നോട്ട്സില്? നഴ്സസിന്റെ നോട്ട്സില്. അപ്പൊ മാത്രമല്ല അതിനകത്ത് പേഷ്യൻസിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്, പേഷ്യന്റിന് ആവശ്യം, അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, ഇനി അവർക്ക് എന്തെങ്കിലും അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, കേപ്പബിലിറ്റീസ്. ഇപ്പൊ ഈ രീതിയിലായി വന്നപ്പോ ഒരു ഭയങ്കര എന്താ പറയാ രോഗത്തിലാവട്ടെ, പക്ഷെ നൗ ദേ ആർ കേപ്പബിൾ ഫോർ ഡൂയിങ് ദംസെൽസ്. ചില കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പോരായ്മകൾ ലിമിറ്റേഷൻസ് ഉണ്ടോ പേഷ്യന്റിന്റെ ബിഹേവിയറിൽ നിന്ന്, അതൊക്കെ അവർക്ക്
മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സോ ദേ ഹാവ് ടു ഡിസ്ക്രൈബ് ഇറ്റ് ഓർ നറേറ്റ് ഇറ്റ് ഇൻ ദെയർ ഓൺ വേർഡ്സ്. അവർ അവരുടേതായ രീതിയിൽ അത് നോട്ട്സ് ആയിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുന്നു. ആൻഡ് ഓൾസോ ഈ ഒരു ഡോക്യുമെന്റ് ദാറ്റ് മീൻസ് ദ നോട്ട്സ് വിച്ച് ആർ പ്രിപ്പയർഡ് ബൈ ദ നഴ്സസ്. ഈ നഴ്സുമാർ തയ്യാറാക്കുന്ന ഈ നോട്ട്സ് നോക്കിയാലും അവരുടെ നഴ്സിംഗ് മെഷർമെന്റ്, അതായത് നഴ്സസ് എത്രത്തോളം ആരോഗ്യം പരിചരിക്കുന്നുണ്ട് എന്നും മാത്രമല്ല മെഡിക്കൽ കെയർ വിച്ച് ഈസ് പ്രൊവൈഡഡ്, അവിടെ അവർ കൊടുക്കുന്ന കെയറിങ് വളരെ നല്ലതായ രീതിയിൽ കൊടുക്കുന്നുണ്ടെന്നും ആ ഹോസ്പിറ്റൽസിനും മനസ്സിലാക്കാനും പറ്റും. അതായത് ഇന്ന സമയത്തൊക്കെ അവർ പോയി കെയർ ചെയ്തിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ പേഷ്യന്റിൽ നോക്കിയിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ആരും ഇപ്പൊ വാച്ച് ചെയ്യാനില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് മാനേജ് ചെയ്തില്ലെങ്കിൽ അവരും കുഴപ്പം. എല്ലാവരും പല ജോലിയൊക്കെ റുട്ടീനായിട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ക്ഷീണിതരാണ്. അപ്പൊ ക്ഷീണം നമ്മളെ മടിയിലേക്ക് കൊണ്ടുവന്നു, അല്ലെ, മടി പിടിപ്പിക്കുമെന്ന് കേട്ടോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇത്തരം കാര്യങ്ങളും കൂടി ഒന്ന് അലർട്ട് ആയിട്ടിരിക്കാൻ ഹോസ്പിറ്റൽസിനും അത് ഉറപ്പുവരുത്താം. അവരങ്ങനെ കെയറിങ് കൊടുക്കുന്നുണ്ട് പേഷ്യൻസിന്. ആ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ അത് ഉപകരിക്കും. ഈ നോട്ട്സ്, ഈ ഡോക്യുമെന്റ്സ് വിൽ ഹെൽപ്പ് ദം. അത് അവരെ സഹായിക്കും. ഇതാണ് നഴ്സിംഗ് നോട്ട്സ് എന്ന് പറയുന്നത്. പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ്, പേഷ്യന്റിന് കൊടുക്കുന്ന കെയർ, പേഷ്യന്റിന്റെ റെസ്പോൺസ്, മാത്രമല്ല അവരുടെ പ്രോബ്ലംസ്, അവരുടെ റിക്വയർമെന്റ്സ്, അവരുടെ കപ്പാസിറ്റീസ്, അതുപോലെ തന്നെ അവരുടെ ലിമിറ്റേഷൻസ്, ഓൾ ദീസ് തിങ്സ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ നഴ്സസ് ചാർട്ട്. ക്ലിയർ ആയോ? മനസ്സിലായ? യെസ്. അപ്പൊ അടുത്തതിലേക്ക് പോവാണ്. TPR ചാർട്ടാണ്. എന്താ TPR? നമ്മൾ TPR എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പോൾ TPR അല്ലെ? TPR ആണെന്ന്. ഇവിടെ TPR എന്ന് പറയുന്നത് എന്താ? ടെമ്പറേച്ചർ, പൾസ് ആൻഡ് റെസ്പിറേഷൻ ആൻഡ് ബ്ലഡ് പ്രഷർ, ഇതൊക്കെ മെഷർ ചെയ്ത് ലിസ്റ്റ് ചെയ്ത് ഒരു ഫോമാറ്റി വെക്കുന്നതാണ് കേട്ടോ. TPR ആണ് ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ ആൻഡ് ബ്ലഡ് പ്രഷർ. TPR ഓരോ അക്ഷരവും അതിനെയാണ് സൂചിപ്പിക്കുക. TPR അല്ല. അപ്പൊ ഇതിനകത്ത് ടെമ്പറേച്ചറും നമ്മുടെ ബ്ലഡിന്റെ പ്രഷറും അതുപോലെ തന്നെ റെസ്പിറേഷൻ, പൾസ്, ഇതൊക്കെ നോക്കുക. അതായത് ഒരു വൈറ്റൽസ് നോക്കുന്നത് പോലെ പേഷ്യൻസിനെ ഇതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ലിസ്റ്റ് ആയിട്ട് അവിടെ തയ്യാറാക്കി വെക്കുക. അതിനകത്ത് ഈ ചാർട്ടിനകത്ത് അതൊക്കെ ആയിരിക്കും ഉണ്ടാകുക. പേഷ്യൻസിന്റെ പേര് എഴുതി അത് റെക്കോർഡ് ചെയ്ത് കൃത്യമായിട്ട് വെക്കുക. അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് TPRനകത്ത് വരിക? അതിൽ T എന്തിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ P എന്തിനെ സൂചിപ്പിക്കുന്നു, അല്ലെങ്കിൽ R എന്തിനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് വൺ മെഡിക്കേഷൻ ഷീറ്റ് ആണ്. പറഞ്ഞോട്ടെ, അടുത്തത് മെഡിക്കേഷൻ ഷീറ്റ് പറഞ്ഞോട്ടെ. TPR മനസ്സിലായോ? യെസ്. എന്താണ് മെഡിക്കേഷൻ ഷീറ്റ്? നമുക്കറിയാം ഇതിനകത്ത് മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മരുന്നാണ്. അപ്പൊ മരുന്നിൽ എന്തായിരിക്കും? ആ ചാർട്ടിൽ എന്തായിരിക്കും വരിക? അതിനകത്ത് തീർച്ചയായിട്ടും മെഡിക്കേഷൻസ് പ്രൊവൈഡഡ് ടു ദ പേഷ്യൻസ് ടോപ്പിക്കലി, ഓറലി, അതായത് ബൈ ഇൻഹലേഷൻ ആൻഡ് ഓൾസോ ഇൻഫ്യൂഷൻ. ഈ പറയുന്ന രീതിയിൽ പല രീതിയിലും ആളുകളുടെ ശരീരത്തിലേക്ക് നമ്മൾ മരുന്ന് കൊടുക്കുന്നുണ്ട്. അതായത് ഓറലി മീൻസ് നമുക്ക് വായിലൂടെ കഴിക്കുന്നത്, ടോപ്പിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ സർഫസ് ഓഫ് ബോഡിയിൽ നമ്മൾ ഇൻജെക്ട് ചെയ്തോ മറ്റു രീതിയിലോ ഒക്കെ ചെയ്യുന്നത്. ബോഡിക്ക് അകത്തേക്ക് ബ്ലഡ് സ്ട്രീമിലേക്ക് ഇൻഫ്യൂഷൻ എന്ന് പറയുന്നത് ബ്ലഡ് സ്ട്രീമിലേക്ക് ഇൻജെക്ട് ചെയ്തൊക്കെ കൊടുക്കുന്ന മരുന്നുകൾ. അങ്ങനെ ഏതൊക്കെ രീതിയിൽ മരുന്ന്, അതായത് ഡ്രഗ്സ് നമ്മുടെ പേഷ്യൻസിന്റെ അകത്തേക്ക് കൊടുക്കുന്നുണ്ടോ അതിന്റെ എല്ലാം ഡോക്യുമെന്റുകളാണ് ഇതിൽ വരിക മെഡിക്കേഷൻ ഷീറ്റിൽ. അപ്പൊ ഓരോ മരുന്നിന്റെ പേര്, അപ്പൊ എന്തൊക്കെ വേണമെന്ന് അവിടെ പറയുന്നുണ്ട് തൊട്ട് താഴത്തെ പോയിന്റില്. എപ്പോഴാണ് മരുന്ന് കൊടുത്തത്, അതിന്റെ ഡേറ്റ്, ടൈം ഓഫ് മെൻഷൻ ചെയ്യണം നിർബന്ധമാണ്. നെയിം ഓഫ് ദ ഡ്രഗ്, മരുന്നിന്റെ പേര്, അതിന്റെ ഡോസ്, മാത്രമല്ല ദ റൂട്ട് ബൈ വിച്ച് ഇറ്റ് ഈസ് പ്രൊവൈഡഡ്, ആ മരുന്ന് ഏത് രീതിയിൽ കൊടുത്തു, വായു കൂടി കൊടുത്തോ. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇൻഹലേഷനും ഉണ്ട്, ഇൻഫ്യൂഷൻ ഉണ്ട്, ടോപ്പിക്കലി ഉണ്ട്, ഓറലി ഉണ്ട്. വായു കൂടി കൊടുത്തതാണോ, ബോഡിയുടെ പുറമേ കൂടി ചെയ്തതാണോ, അല്ലെങ്കിൽ ഇൻഹെയിൽ ചെയ്യിപ്പിച്ചതാണോ, സ്മെല്, അതായത് നമ്മളിങ്ങനെ നെബുലൈസ് ഒക്കെ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഇൻഹെയിൽ ചെയ്ത് എടുക്കുന്ന മരുന്നുകളുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇൻഫ്യൂഷൻ, ഇൻജെക്ട് ചെയ്ത് ബ്ലഡ് സ്ട്രീമിലേക്ക് കടത്തിവിടുന്നതൊക്കെ ഉണ്ട്. അപ്പൊ ഏത് രീതിയിലാണോ കൊടുത്തത് ഇതെല്ലാം ഈ പറയുന്ന മെഡിക്കേഷൻ ഷീറ്റിൽ എന്ത് ചെയ്യണം, എഴുതിയിരിക്കണം, എന്താ പറയാ, റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ മെഡിക്കേഷൻസ് ആണ്, അതിന്റെ ഡോക്യുമെന്റ്സ് ആണ് മെഡിക്കേഷൻ ഷീറ്റിൽ വരിക. ഡോക്യുമെന്റ്സ് വിച്ച് പ്രൊവൈഡ്സ് ദ മെഡിസിൻസ് ഗിവൺ ടു ദ പേഷ്യൻസ് ഓറലി, ടോപ്പിക്കലി, ഇൻഹലേഷൻ ആൻഡ് ഓൾസോ ബൈ ഇൻഫ്യൂഷൻ. ആൻഡ് ഇൻ ദിസ് ഷീറ്റ്, ഈ പറയുന്ന ചാർട്ടില് the date of the drugs given, name of the drug, time, and also the route by which it is provided, ഏത് രീതിയിലാണത് ആളുടെ ശരീരത്തിലേക്ക് അപ്ലൈ ചെയ്തത് എന്നുള്ളതൊക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. വായു കൂടി കൊടുക്കേണ്ട മരുന്നാണ് അത്, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ ശരീരത്തിന് പുറമെ തേക്കേണ്ടതോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുള്ള മരുന്നാണെന്ന് വിചാരിക്കുക. ഒരു വലിയ ഇഞ്ചുറി പറ്റി, അത് ശരീരത്തിന് പുറത്താണ്, അപ്പൊ അത് അവിടെ പുരട്ടേണ്ടതോ ചിലപ്പോ
ഡ്രസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത് വായിക്കൂടി കൊടുത്താൽ ശരിയാവോ? ഇല്ല. അപ്പൊ അങ്ങനെ എങ്ങനെ തെറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ റെക്കോർഡ്സിൽ അത് ഉണ്ടാവും, ഇങ്ങനെയാണ് അത് പ്രൊവൈഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ അത് ചിലപ്പോ പേഷ്യൻസിലേക്ക് ഇപ്പൊ ചില എന്തെങ്കിലുമൊക്കെ ഇതെല്ലാം റെക്കോർഡ്സ് ആക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? ആഫ്റ്റർ ഓൾ കുറെയൊക്കെ നമ്മളുടെ ലീഗൽ പർപ്പസിന് എന്തെങ്കിലും രീതിയിൽ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നവുമായിട്ട് ആരെങ്കിലും വന്നാലും അത് നമുക്കൊരു പ്രൂഫ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഓക്കെ, അതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതെല്ലാം തന്നെ ഡോക്യുമെന്റ്സ് ആയിട്ട്, ചാർട്ട് ആയിട്ട്, റെക്കോർഡ്സ് ആയിട്ട്, ക്ലിനിക്കൽ ഡാറ്റാസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ മെഡിക്കേഷൻ ഷീറ്റ്? മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് വൺ മിസ്സലേനിയസ് റിപ്പോർട്ട്സ് ആണ്. ഇനി മറ്റ് റിപ്പോർട്ടുകളുടെ ഹെഡിൽ എന്താണ്ടൊക്കെ വരുന്നുണ്ട്. എന്താ? അത്രേ ഉള്ളൂ. ICU, CCU അതിലൊക്കെ അവിടെയൊക്കെ വന്നിരിക്കുന്ന സ്പെഷ്യലൈസ്ഡ് കെയർ കൊടുക്കുന്ന ചില യൂണിറ്റുകൾ, ഡിപ്പാർട്ട്മെന്റുകൾ, ഹോസ്പിറ്റൽസിലുണ്ട്. അവിടെയുള്ള ഫോമുകളാണ് ICUല് ഏതൊക്കെ പേഷ്യൻസിനെ ICUല് കിടത്തി. അപ്പൊ അവരൊരു ലിസ്റ്റ് തയ്യാറാക്കും. ഇന്ന പേഷ്യന്റ് ഇത്ര ദിവസം അല്ലെങ്കിൽ ഇന്ന ദിവസത്തില് അവിടെ എന്തൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്തു, ICUല് കിടന്നപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ്, ട്രീറ്റ്മെന്റുകളാണ് കൊടുത്തത്, അതൊക്കെ അവരാണ് തയ്യാറാക്കുക. അപ്പൊ മിസ്സലേനിയസ് റിപ്പോർട്ട്സിന്റെ ഹെഡ്സിൽ വരുന്നത് ICU, CCU സ്പെഷ്യലൈസ്ഡ് കെയർ യൂണിറ്റ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന പല ട്രീറ്റ്മെന്റുകളാണ്. ആൻഡ് ഇറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദിസ് മിസ്സലേനിയസ് റിപ്പോർട്ട് ഫോം. മിസ്സലേനിയസ് റിപ്പോർട്ട്സ് എന്ന് പറയുന്ന ഡാറ്റയിലായിരിക്കും ഇതെല്ലാം ഉൾക്കൊള്ളുക. ക്ലിയർ ആയോ? മിസ്സലേനിയസ് റിപ്പോർട്ട്സ് എന്ന് കേൾക്കുമ്പോൾ ഓർക്കുക ICU, CCU. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് വൺ ഫിസിക്കൽ തെറാപ്പിയാണ്. ഫിസിക്കൽ തെറാപ്പി അതും നമ്മൾ കേട്ടിട്ടുണ്ട്. ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞല്ലോ നമ്മൾ, അത് തന്നെ. അപ്പൊ ഫിസിയോതെറാപ്പിയിൽ എന്താ നടക്കുന്നത്? അവിടെ മരുന്നുകൾ കൊടുക്കലാണോ? തീർച്ചയായിട്ടും മരുന്നുകളല്ല. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് വിച്ച് യൂസ് ദ എക്സസൈസ്, ഹീറ്റ്, കോൾഡ്, വാട്ടർ, ഇലക്ട്രിസിറ്റി, അൾട്രാസൗണ്ട് ആൻഡ് ഓൾസോ ഫിസിക്കൽ ട്രീറ്റ്മെന്റുകൾ, ശരീരത്തിന്റെ പുറത്ത് കൊടുക്കുന്ന ചില ട്രീറ്റ്മെന്റുകളാണ് ഫിസിക്കൽ തെറാപ്പിയിൽ വരിക. ആൻഡ് ഇവിടെ എന്തൊക്കെയാണോ ഫിസിക്കൽ തെറാപ്പിയുമായി ബന്ധപ്പെട്ട എന്ത് ട്രീറ്റ്മെന്റുകൾ പേഷ്യൻസിന് കൊടുക്കുന്നുണ്ടോ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ആൻഡ് ഇതെല്ലാം കൊടുക്കുന്നതിനാ ആ ഒരു പേഷ്യന്റിനെ അവരുടെ ബോഡി ഓർഗൻസിനെ അതിന്റെ ശരിയായ രീതിയിലുള്ള ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുവരാൻ, ശരിയായ ബോഡി ഫങ്ഷൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യുന്ന ചില ട്രീറ്റ്മെന്റ് തന്നെയാണ്. പക്ഷെ മരുന്ന് അകത്തേക്കായിട്ട് കൊടുക്കുന്നില്ല ഫിസിയോതെറാപ്പിക്കകത്ത്, അല്ലേ? അപ്പൊ ഫിസിക്കൽ തെറാപ്പി ഫിസിക്കലായിട്ട് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ്, അതായത് ശരീരത്തിന്റെ പുറത്തേക്ക് കൊടുക്കുന്നത്. ആൻഡ് ഇത് അതെന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ് അത് കൊടുക്കുക? ചില എക്സസൈസുകൾ ചെയ്യാൻ പറഞ്ഞിട്ടാകാം, ഹീറ്റ് ചെയ്തിട്ടാകാം, ചിലപ്പോൾ കോൾഡ് തണുപ്പ് ഉപയോഗിച്ചിട്ടാകാം, തണുപ്പിച്ചിട്ട് ഐസ് ഒക്കെ വെച്ചിട്ടൊക്കെ ആകാം, വെള്ളം ഉപയോഗിച്ചിട്ടാകാം, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കറണ്ട് ഉപയോഗിച്ചിട്ട് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളും ഉണ്ട്. പിന്നെ ഓൾസോ അൾട്രാസൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്, സൗണ്ട് കൊടുത്തിട്ട്. പിന്നെ മാത്രമല്ല ഫിസിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചിട്ട്, എക്സസൈസ് മാത്രമല്ല കാലും കൈയൊക്കെ പിടിച്ച് എന്താ പറയാ തിരിക്കുക, മറിക്കുക, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പൊ ഫിസിക്കൽ തെറാപ്പിയിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡാറ്റാസ് ആയിരിക്കും അവിടെ ഉണ്ടാക്കുക. ഏതൊക്കെയാണ്? assessment and treatments which include the use of exercise, heat, cold, water, electricity, ultrasound and physical treatment to bring back the patient into their useful activity. അതായത് അവരുടേതായ ശരിയായ രീതിയിലുള്ള പ്രവർത്തന നിരതരാക്കാൻ വേണ്ടി. അതിന് ചില ഭാഗങ്ങളൊക്കെ പാരലൈസ്ഡ് ആയി പോകുന്ന ആളുകള്, അല്ലെ? അങ്ങനെയൊക്കെ വരുമ്പോ അവർക്ക് അങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ വേണം, ഹീറ്റോ അല്ലെങ്കിൽ എക്സസൈസോ അങ്ങനെയൊക്കെ ആവശ്യം ഉണ്ടായിരിക്കും. ഇപ്പൊ നമുക്കറിയാം മെന്റൽ ഡിസോർഡേഴ്സ് ഉള്ള ആളുകൾക്ക് ഷോക്ക് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാ? ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഈ ഫിസിക്കൽ തെറാപ്പിയിൽ വരുന്നതാണ്. അത്തരം ഡാറ്റ ആണ്. ഒരു മിനിറ്റ്. അപ്പൊ മനസ്സിലായല്ലോ ഫിസിക്കൽ തെറാപ്പി? ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ, അടുത്തത് എന്താ നോക്കുക? സോഷ്യൽ സർവീസ് ഡാറ്റയാണ്. ഇത് സോഷ്യൽ സർവീസ് നമ്മൾ നേരത്തെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റലിൽ നമ്മൾ പഠിച്ച ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് അവിടെയൊക്കെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ഇപ്പൊ? അടുത്ത MSW, അതെ, മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു വിഭാഗം. അവരെന്തിനു വേണ്ടിയിട്ടുള്ളവരാ മെഡിക്കൽ സോഷ്യൽ വർക്ക്? അവരുടെ ആവശ്യകത എന്താണ് ഹോസ്പിറ്റൽസിൽ? നമുക്കറിയാം ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസിന് അവർക്ക് ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നേരിടേണ്ടി വരുന്ന ചില മെന്റൽ സ്ട്രെസ്,
മെന്റൽ സ്ട്രെസ് ആണ്, മെന്റൽ ഡിസോർഡേഴ്സ് അല്ല ഉദ്ദേശിക്കുന്നത്. ചിലപ്പോ നമുക്ക് എന്താ പറയാ ചില കാര്യങ്ങളിൽ എന്താണ് അതിന് ചെയ്യേണ്ടത്, ആ ഒരു സമയത്ത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, അങ്ങനെ എന്താണ് ആക്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ലാതെ ഇങ്ങനെ ചോദ്യചിഹ്നമായി നിൽക്കുന്ന സമയത്തെ നമ്മളെ ഹെൽപ്പ് ചെയ്യാം എന്ന് വെച്ചാൽ അവർ നൽകുന്ന ഒരു സേവനമാണത്. ഇന്ന കാര്യം ഇനിയാണ് ചെയ്യുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇൻഷുറൻസ് ഒക്കെ ഉള്ള ആളുകളാണ് ഹോസ്പിറ്റൽസിൽ വന്നെങ്ങനെയെന്ന് വിചാരിക്കാം. അപ്പൊ അവർക്ക് ഇൻഷുറൻസ് അവർക്ക് ഉണ്ട്, പക്ഷെ അത് എങ്ങനെ അവൈൽ ചെയ്യും, അത് എങ്ങനെ ലഭ്യമാക്കും എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ഹോസ്പിറ്റൽസിലെ ഇൻഷുറൻസ് ഇതുവരെ അവർ ഉപയോഗിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയി പക്ഷെ നമ്മൾ ക്ലെയിം എടുത്തിരിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ അതിന്റെ ആ ഒരു ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് എങ്ങനെ കിട്ടും, അതിന് എവിടെ പോകണം, എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ലാത്ത ആൾക്കാർ. അപ്പൊ അങ്ങനെയുള്ള ആളുകളിലേക്ക് ഇത്തരം മെന്റലി അങ്ങനെയുള്ള സ്ട്രെസ്സുകളൊക്കെ അനുഭവിക്കുന്ന ആളുകളൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അതെ കുറച്ച് അതിനെ കുറിച്ചിട്ടുള്ള സൊല്യൂഷൻസ് മനസ്സിലാക്കി കൊടുക്കുന്ന ആളുകൾ, ഒരു കൗൺസിലിംഗ് പോലെ പേടിക്കേണ്ട നിങ്ങൾ. അതായത് നമുക്കറിയാം ഹോസ്പിറ്റൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ ചെല്ലുന്നത് നല്ല രീതിയിലുള്ള എന്താ പറയാ വളരെ ഹാപ്പി മൂഡിലൊന്നും അല്ല, അല്ലെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര വിഷമവും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇപ്പൊ ചിലപ്പോൾ വലിയൊരു സർജറി വേണമെന്ന് പറയാം. സോ വാട്ട് ടു ഡു, എന്ത് ചെയ്യണം എന്ന് അറിയാതെ പകച്ചിരിക്കുമ്പോ ആ ഒരു ഭീതിയിൽ നിന്നും പകച്ചിലിൽ നിന്നും ഒക്കെ നമ്മളെയൊക്കെ എന്താ പറയാ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്, കംഫർട്ട് ആക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളാണ് MSW, അതായത് നമ്മുടെ മെഡിക്കൽ സോഷ്യൽ വർക്കിൽ ഉള്ള ആളുകൾ തന്നെ. സോ അങ്ങനെ സോഷ്യൽ സർവീസസ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർ എനി പേഷ്യൻസ്, കണ്ടല്ലോ ഏതെങ്കിലും പേഷ്യൻസ് അങ്ങനെ സോഷ്യൽ സർവീസ് ആവശ്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് അത് പ്രൊവൈഡ് ചെയ്തു, അവർക്കോ അവരുടെ ഫാമിലിക്കോ ആർക്കെങ്കിലും ആസ് എ സോഷ്യൽ വർക്കർ അവര് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ അതെല്ലാം തന്നെ എന്ത് ചെയ്യും, റെക്കോർഡ് ആയിട്ട് വരും. അത് ഒരു ഇൻഫർമേഷൻ ആണ്. അതൊക്കെ പിന്നീടും ഉപയോഗിക്കാം. ഇത്തരം കണ്ടീഷൻസിൽ എന്താണ് നമ്മൾ അന്നേരം ചെയ്തത്, അപ്പൊ അതേ സിറ്റുവേഷൻ തന്നെ വീണ്ടും വന്നു കഴിഞ്ഞാൽ നമുക്കത് ഫോളോ ചെയ്യാം. അതെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ ഏതെങ്കിലും ഒരു പേഷ്യന്റിന് അതിൻ്റെതായ ബുദ്ധിമുട്ട് ഫേസ് ചെയ്തപ്പോ അത് നമ്മളത് നോട്ട് ചെയ്തപ്പോ എന്ത് ചെയ്തു, നമ്മൾ ഇങ്ങനെയാണ് അത് സോൾവ് ചെയ്തത്. സോ അങ്ങനെയുള്ള പർപ്പസിന് കൂടി വേണ്ടി എല്ലാ റെക്കോർഡ്സും നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതൊക്കെ എന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും. അപ്പൊ ഏതെങ്കിലും പേഷ്യൻസ് ഇഫ് ദേ ആർ ഐഡന്റിഫൈങ് ദാറ്റ് എനി പേഷ്യന്റ് ഓർ ഫാമിലി ഓർ എനി സോഷ്യൽ വർക്കേഴ്സ് ഇഫ് ദേ ഫൈൻഡ് എനി പ്രോബ്ലംസ് ലൈക്ക് ദിസ്, ഇതെല്ലാം തന്നെ നോട്ട് ചെയ്ത് അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കും. അങ്ങനെയുള്ള സോഷ്യൽ ഇൻഫോർമേഷൻസ് പ്രോബ്ലംസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തത് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കും. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും, സോഷ്യൽ സർവീസ് ഡാറ്റയിൽ നിന്നായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ക്ലിയർ ആയോ, മനസ്സിലായോ? യെസ്. അടുത്തത് ഡിസ്ചാർജ് സമ്മറിയാണ്. ഡിസ്ചാർജ് സമ്മറി എന്താണ്? ഡിസ്ചാർജ് നമ്മൾ നേരത്തെയും കേട്ടിട്ടുണ്ട്. എന്താ ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിന്റെ അസുഖമൊക്കെ മാറിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാം, നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം. അപ്പോ ഇതെന്ന് പറയുന്നത് ഒരു റീഹാബിലിറ്റേഷൻ ഓഫ് ദ പേഷ്യൻസ് കോഴ്സ് ഇൻ ദ ഹോസ്പിറ്റൽ. എന്താ അത് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനർവ്യാഖ്യാനം എന്ന് പറയില്ലേ, അതായത് ഒരു ഡിസ്ക്രിപ്ഷൻ, അതായത് നേരത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നോക്കി, അതായത് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ മുതൽ ആ പേഷ്യന്റ് ഡിസ്ചാർജ് വരെയാകുന്നത് വരെയുള്ള ഒരുപാട് കാര്യങ്ങൾ ആ പേഷ്യന്റിൽ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഒരു അവലോകനം പോലെ അതെല്ലാം വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ അതെല്ലാം എടുത്ത് നോക്കി അതിനെക്കുറിച്ച് ഒരു ഷോർട്ട് സമ്മറി പോലെ ഒരു ചെറിയ ബ്രീഫ് എക്സ്പ്ലനേഷൻ അതിനു വേണ്ടി കൊടുത്ത് എന്ത് ചെയ്യുന്നു, അത് അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അതാണ് ഡിസ്ചാർജ് സമ്മറി. ഇന്ന ഒരു ആവശ്യത്തിനാണ് അല്ലെങ്കിൽ ഇന്ന കോസ് കൊണ്ടാണ് പേഷ്യന്റ് അഡ്മിറ്റഡ് ആയത്, ഇന്ന കാരണം കൊണ്ട് ഇതൊക്കെ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ ഇതൊക്കെ ഒന്ന് ചുരുക്കി എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അത് ഏതിലേക്ക് വെക്കണം, ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്ന റെക്കോർഡിലായിരിക്കും അത് വരിക. അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഹോസ്പിറ്റലൈസേഷൻ, അതായത് ആ സമയത്ത് നമ്മുടെ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന സമയത്ത് വാട്ട് ഈസ് ദ റീസൺ, എന്തിനാണ് ആളെ ഹോസ്പിറ്റലൈസ് ചെയ്തത്, എന്തൊക്കെ ഫൈൻഡിങ്സ്, എന്തൊക്കെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നു, എന്തൊക്കെ എക്സാമിൻ ചെയ്തു അത് ആളില്, എന്താ പറയാ ആ പരിശോധനയിൽ എന്തൊക്കെ കണ്ടെത്തലുകൾ നടത്തി, എന്തൊക്കെ പ്രൊസീജിയേഴ്സ് നടത്തി, എന്തെങ്കിലും തെറാപ്പീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ, പേഷ്യൻസിന്റെ റെസ്പോൺസ് എങ്ങനെയാണ് ആ ഒരു ട്രീറ്റ്മെന്റിനോട്, അതുപോലെ തന്നെ ടൈം ഓഫ് ഡിസ്ചാർജ് സമയത്ത് പോകുന്ന സമയത്ത് ഡിസ്ചാർജ് സമയത്ത് വാട്ട് ഈസ് ദ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റിന്റെ സ്ഥിതി എന്താണ്, മെഡിക്കേഷൻസ് പ്രൊവൈഡഡ്, അവർക്ക് കൊടുക്കുന്ന മരുന്നുകൾ, ആൻഡ് ഓൾസോ പ്രൊവൈഡിങ് ദ ഇൻസ്ട്രക്ഷൻസ്. അതായത് പോകുന്ന സമയത്ത് അവർക്ക് ചിലപ്പോൾ ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, വീട്ടിൽ ചെന്നാലും ഇങ്ങനെയൊക്കെ തന്നെ നോക്കണം, അല്ലെങ്കിൽ പരിചരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന രീതിയിൽ മരുന്നുകളൊക്കെ കഴിക്കണം, എക്സസൈസ് ചെയ്യണം, ഫിസിക്കൽ എക്സസൈസ് മസ്റ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യണം, പിന്നെ ഇത്ര ദിവസം കഴിഞ്ഞ് വീണ്ടും ഒന്ന് വന്ന് കാണുക, അല്ലെങ്കിൽ ഇത്ര മാസം കഴിഞ്ഞിട്ട് ഒന്ന് വന്ന് കാണുക എന്നൊക്കെ പറഞ്ഞ് ഫോളോ അപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വരെയുള്ളത് എല്ലാം എന്ത് ചെയ്തിരിക്കണം, ഡിസ്ചാർജ് സമ്മറിയിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പൊ എപ്പോ വരാനാ പറഞ്ഞേക്കണ പേഷ്യന്റിനോട്, എന്തൊക്കെ ഡയറ്റ് ഫോളോ ചെയ്യാൻ പറഞ്ഞേക്കണം, ഇതെല്ലാം ഡിസ്ചാർജ് സമ്മറിക്കകത്ത് വേണം. ക്ലിയർ ആയോ? ഡിസ്ചാർജ് സമ്മറി എന്താന്ന് മനസ്സിലായോ?
ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം. ഇത് മനസ്സിലായിട്ടില്ല അല്ല, അതായത് ആരും മനസ്സിലായില്ല എന്ന് പറയാത്തത് കൊണ്ടാണ് നമ്മൾ അടുത്തടുത്ത പോയിന്റിലേക്ക് ചെടപടയെന്ന് പോകുന്നത്. ചെടപടയെ പോകുന്നതല്ല, നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പോകുന്നത്. ആർക്കെങ്കിലും അതുകൊണ്ടാണ് പറയണേ, നിങ്ങൾക്ക് എല്ലാവരും ഒരുപോലെ ഫോളോ ചെയ്യുന്നവരല്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ഓരോ പോയിന്റ് കഴിയുമ്പോൾ. ഇപ്പൊ ക്ലിയർ ആയോ? ഡിസ്ചാർജ് സമ്മറി ക്ലിയർ ആണ്? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നെക്സ്റ്റ് വൺ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞത് മുഴുവനും എന്തായിരുന്നു? ക്ലിനിക്കൽ ഡാറ്റയിൽ വരുന്ന റെക്കോർഡുകളാണ്. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഇത്രയും പെരുത്ത് റെക്കോർഡ്സ് ഡാറ്റകളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റെക്കോർഡുകളെല്ലാം പല പല വിഭാഗങ്ങളിലായിട്ടൊക്കെ കിടക്കുന്നുണ്ടായിരിക്കും. ഇതെല്ലാം പല പല സ്ഥലത്തൊക്കെ സ്പ്രെഡ് ചെയ്ത് കിടക്കായിരിക്കും. ഇതെല്ലാം എന്നിട്ട് അവിടെ നിന്ന് ഇവിടത്തൊക്കെ കളക്ട് ചെയ്ത് ഓരോ പേഷ്യന്റിനും ഓരോ മെഡിക്കൽ റെക്കോർഡുകളായിട്ടൊക്കെ കൊണ്ടുവന്ന് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റുകാർ അസംബിൾ ചെയ്ത് അതിനെല്ലാം എന്ത് ചെയ്യുന്നു? ഒരുമിച്ച് വെക്കണം അല്ലെ? അല്ലാതെ ഇതെല്ലാം പല പല സ്ഥലത്ത് ഓരോ പേഷ്യന്റിന്റെ അവിടെ കുറെ റിപ്പോർട്ട്, ഇവിടെ കുറെ റെക്കോർഡ്സ്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ളത്. അപ്പൊ ഇവിടെയൊക്കെ ഇങ്ങനെ റെക്കോർഡ്സ് വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഏതെങ്കിലും പേഷ്യന്റിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യം നമുക്ക് നോട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്നതെല്ലാം പോയി അവിടെ നിന്നൊക്കെ ഓടിപ്പോയി ചാടിപ്പോയി എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത് അസംബ്ലിംഗ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഫോംസ് ആണ്. അപ്പൊ ഇതെല്ലാം അസംബിൾ ചെയ്യുന്ന കാര്യമാണ്. മെഡിക്കൽ റെക്കോർഡുകൾ അവിടെ ഇവിടെയൊക്കെ ഇരുന്നോട്ടെ, പക്ഷെ എങ്കിലും മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം കൂടി ഒരുമിച്ച് അസംബിൾ ചെയ്യുന്ന കാര്യമാണ് ഇത് നമ്മൾ പഠിക്കുന്നത്. ആൻഡ് ഈ പറയുന്ന അസംബ്ലിംഗ്, ദാറ്റ് മീൻസ് അറേഞ്ച്മെന്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. ഈ റെക്കോർഡുകളെല്ലാം തന്നെ അറേഞ്ച് ചെയ്ത് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 4 ഫോൾഡേഴ്സ്. 4 ഫോൾഡറുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 4 ഫോൾഡറിൽ. അപ്പൊ ഇത് ഏതെങ്കിലും ഈ ഫോൾഡറുകളിൽ ഒക്കെ എന്തുണ്ടാകും? ഈ പറയുന്ന എല്ലാ റെക്കോർഡ്സ്, നമ്മളിപ്പോ 10-22 പറഞ്ഞല്ലോ റെക്കോർഡ്സ്. ഈ 22 ഈ പറയുന്ന 4 റെക്കോർഡുകളിൽ എന്ത് ചെയ്യാൻ പോകണം? നമ്മൾ കൺക്ലൂഡ് ചെയ്യാൻ പോകണം. എന്ന് വെച്ചാൽ അതിലേക്ക് ഓരോ ഫോൾഡറിലേക്ക് ആക്കാൻ പോകണം. ഇതില് ഏതൊക്കെ റെക്കോർഡുകൾ ഏതൊക്കെ ഫോൾഡറുകളിൽ വരും എന്ന് നമുക്ക് നോക്കാം. 4 ഫോൾഡർ എന്താണെന്ന് ഞാനിങ്ങനെ കണക്ട് ചെയ്ത് പറയുന്നതാ. ഒരുപാട് റെക്കോർഡ്സ് പല പല സ്ഥലങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി എന്താക്കണം? ഒന്നാക്കണം. ഒന്ന് മീൻസ് പല പല സ്ഥലത്തുനിന്ന് ഇതൊക്കെ കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ഇതില് ഒരു നേച്ചറിന്റെ ഒരു പ്രത്യേക സ്വഭാവമുള്ള കാര്യത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നു കഴിയുമ്പോൾ ഓടി ഓടി എല്ലാ സ്ഥലത്തും പോയിട്ട് ഇതൊക്കെ പെറുക്കിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം അസംബിൾ ചെയ്ത് 4 ഹെഡിലാണ് ഇതിനെ ഉൾപ്പെടുത്തുന്നത്. ആൻഡ് ദാറ്റ് ഫോൾഡേഴ്സ് ആർ, ആ 4 ഫോൾഡറുകൾ ഏതാണ്? ഔട്ട് പേഷ്യന്റ്, കറസ്പോണ്ടൻസ്, ദെൻ ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് ഓൾസോ ഇൻ പേഷ്യന്റ്. ഈ വിഭാഗങ്ങളിൽ 4 വിഭാഗങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കാര്യത്തിലായിരിക്കാം നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റെക്കോർഡ്സ് എല്ലാം തന്നെ കൊണ്ടുവന്ന് അവര് അസംബിൾ ചെയ്യാം. അപ്പൊ 4 ഫോൾഡർ ആണ്. 4 ഫോൾഡറുകളുടെ പേര് നന്നായി പഠിക്കണം. നോക്കുക, ഏതൊക്കെ അത് അണ്ടർലൈൻ ചെയ്ത് വെക്കോ ടിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യാട്ടോ. അപ്പൊ ആ 4 ഫോൾഡറുകൾ എന്ന് പറയുന്നത് ഔട്ട് പേഷ്യന്റ്, കറസ്പോണ്ടൻസ്, ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് ഇൻ പേഷ്യന്റ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇത് ഓരോന്നും എന്താണ്, ഓരോന്നിലും ഏതൊക്കെയാണ് വരിക. ഒന്നാമത്തെ ഔട്ട് പേഷ്യന്റ്. തീർച്ചയായിട്ടും ഔട്ട് പേഷ്യന്റിൽ എന്ത് വരും? The names or the list of the outpatient OP വിഭാഗത്തിൽ വരുന്ന പേഷ്യൻസിന്റെ അവരുടെ ഫോളോ അപ്പിനൊക്കെ വേണ്ടി വരുന്നവരുടെ ലിസ്റ്റുകൾ തന്നെയാണ് which is written in the chronological order. അതായത് ക്രോണോളജിക്കൽ ഓർഡർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താ അത്? അക്കോർഡിംഗ് ടു ടൈം, സമയത്തിനനുസരിച്ച്. സമയം മീൻസ് ഡേറ്റും ടൈമും വർഷവും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് ഇന്ന ദിവസം ഇന്ന ഡേറ്റില് ഇന്ന സമയത്ത് ഇന്ന പേഷ്യന്റ് വന്നു. അപ്പൊ അതൊരു ഓർഡറിലായിരിക്കും വരിക. അതായത് ആദ്യമാദ്യം വരുന്ന ആളുകളുടെ പേരുകൾ ഇങ്ങനെ നമ്പർ ഓർഡറിട്ട് എഴുതുക. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഫോളോ അപ്പിന് വരുമ്പോഴും ചീട്ട് പുതുക്കുമ്പോഴൊക്കെ ആ ഓർഡറിൽ, അപ്പൊ ഓർഡറായിട്ട് ഈ പേഷ്യൻസിന്റെ പേരുകൾ എഴുതി വെക്കുക. അതിനെയാണ് നമ്മൾ ഔട്ട് പേഷ്യന്റ്. അതിന്റെ ലിസ്റ്റുകൾ മാത്രമേ ഈ OP എന്ന് പറയുന്ന ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്ന ആ ഒരു ഫോൾഡറിൽ വരുന്നുള്ളൂ. ഓൺലി ദ ലിസ്റ്റ് ഓഫ് ദ ഔട്ട് പേഷ്യന്റ്. ഔട്ട് പേഷ്യൻസിന്റെ ലിസ്റ്റുകളാണ് ഇത് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇതില് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്ന ഫോൾഡർ നമുക്കറിയാം നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റം ആണ്. ഇന്നെല്ലാം എല്ലാ കാര്യങ്ങളും സേവ് ചെയ്യുന്നത് ഏത് രീതിയിലാണ്? കമ്പ്യൂട്ടേഴ്സിലാണ് അല്ലെ? ഇലക്ട്രോണിക് ഡിവൈസ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഏത് ബിസിനസ് സംരംഭം എടുത്താലും അവിടുത്തെ എല്ലാ ഡാറ്റാസും എവിടെയായിരിക്കും? കമ്പ്യൂട്ടേഴ്സിലായിരിക്കും. ഇന്ന് ഒരുപാട് തടിച്ച പുസ്തകങ്ങളൊന്നും ഷെൽഫുകളിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഹോസ്പിറ്റൽസിലൊക്കെ പണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഇത്രയോളം വലിയ ബുക്കുകൾ ഒരുപാട് റാക്സിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അവർക്ക് പേഷ്യൻസിന്റെ പേരുകളൊക്കെ ഈ ബുക്കുകളിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ആ ബുക്സിനൊക്കെ നമ്പർ ഇട്ട് വെച്ചിരിക്കുകയാണ്. OPക്ക് നമ്പർ ഇട്ടു,
അതുപോലെ മറ്റ് എന്താ പറയാ അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിന് വേറെ നമ്പർ ഇട്ടു, മറ്റേതെങ്കിലും വിഭാഗത്തിന് അങ്ങനെ, അല്ലെങ്കിൽ ലാബിലെ ടെസ്റ്റ് നടത്തിയതിന്റെ നമ്പർ ഇട്ട് വേറെ വെച്ചു. അങ്ങനെയൊക്കെയാണ് ബുക്കുകൾ നമ്പർ ഇട്ടൊക്കെ വെച്ചിരുന്നത്. അപ്പൊ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. ഇന്ന് ഇതെല്ലാം കൂടി എന്താ പറയാ നമ്മൾ ഇങ്ങനെ സമറൈസ് ചെയ്ത് എല്ലാത്തിനും അതിന്റെ നേച്ചർ, സ്വഭാവ രീതികൾ അനുസരിച്ച്, റെക്കോർഡ്സിന്റെ സ്വഭാവ രീതികൾ അനുസരിച്ച് 4 ഫോൾഡറുകളിലാക്കി വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ ഇത്രയും ഒരുപാട് ബാച്ചസ് ഉണ്ട്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കാനുള്ള കുട്ടികളുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഓരോ ഫോൾഡറിലാണ് വെച്ചിരിക്കുന്നത്. കാരണം ഒരാൾക്ക് എടുക്കുന്ന ക്ലാസ് അല്ല അടുത്ത ആളുകളുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ടോപ്പിക്കുകളിൽ മാറ്റം ഉണ്ടായിരിക്കാം. ടോപ്പിക്കുകളിൽ മാറ്റം എന്ന് പറഞ്ഞാൽ ഈ പഠിപ്പിക്കുന്നത് തന്നെയാണ്, പക്ഷെ ടീച്ചേഴ്സ് മാറി വരുന്നു, ടീച്ചേഴ്സ് എടുക്കുന്ന ചാപ്റ്ററുകൾ വേറെ വേറെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഫോൾഡർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിങ്ങളെ അറിയപ്പെടുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ 7th ബാച്ചിലെ ബി ബാച്ചുകാരാണെന്നാണ്. അപ്പൊ 7th ബി ബാച്ചുകാരാണ്. അപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നത് കൊണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ ABCD അങ്ങനെ ഇങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ബി ബാച്ചുകാർക്ക് ഇട്ട് കൊടുക്കേണ്ട നോട്ട്സും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളും 7Bയുടെ തന്നെ ഫോൾഡറിലേക്കാണ് നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഗൂഗിൾ മീറ്റിന്റെ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ വേറെ ക്ലാസ്സിന്റെ എടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അപ്പൊ തന്നെ പറയും, അയ്യോ ഇത് ഞങ്ങൾക്ക് ഇന്ന് എടുത്ത ക്ലാസ് അല്ല, ഇന്ന് ടീച്ചർ എടുത്ത ക്ലാസ് അല്ലല്ലോ അത് എന്ന് നിങ്ങൾ പറയും. കാരണം എന്താ? കാരണം ഇന്ന് നിങ്ങൾക്ക് തരുന്ന ക്ലാസ് ആണ് നാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ നോട്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡഡ് ആയിട്ടോ ഒക്കെ ഇട്ട് തരിക അല്ലെ. അപ്പൊ മാറിപ്പോയാൽ നിങ്ങൾ പറയുമല്ലോ അല്ലെ. അപ്പൊ അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന ഇങ്ങനെ ഓരോ പേരുകളൊക്കെ കൊടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെ മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം തന്നെ അസംബിൾ ചെയ്ത് ഇങ്ങനെ 4 ഫോൾഡറിൽ വെച്ചിരിക്കാം. ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് ബി മാത്രമല്ല ഇതിനകത്തുള്ള പിന്നെ ആരുണ്ട്, പിന്നെ ബി ഉച്ചക്കല്ലേ, ആഫ്റ്റർനൂൺ സെഷൻ അല്ലേ ബി എന്ന് പറയുന്നത്, അവര് കൂടെ ചേർന്നതാ. ഓക്കെ, കുഴപ്പമില്ല. ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്ന ആളുകളുടെ പേരുകൾ, ഔട്ട് പേഷ്യൻസിന്റെ പേരുകളെല്ലാം ക്രോണോളജിക്കൽ ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് ഫോംസ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് ചെയ്യുന്നു. അത് റെക്കോർഡായിട്ട് ഫോൾഡറിൽ കീപ്പ് ചെയ്യുന്നു. അടുത്തത് രണ്ടാമത്തേത് ഏതാ? കറസ്പോണ്ടൻസ് എന്ന് പറയുന്ന വിഭാഗമാണ്. കറസ്പോണ്ടൻസ് വിഭാഗത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നത് നോക്കിയേ. അപ്പൊ ഈ പറയുന്ന എല്ലാ റെക്കോർഡ്സ് എവിടെയെങ്കിലും വരും. ഈ 4 ഫോൾഡറിൽ എവിടെയെങ്കിലും കാണാൻ പറ്റും നമുക്ക്. മെഡിക്കൽ റെക്കോർഡ്സിൽ വരുന്ന എല്ലാ റിപ്പോർട്ട്സും ചാർട്ടുകളും എന്തായാലും എന്ത് ഫോമുകളായാലും എല്ലാം ഈ 4 ഫോൾഡറിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ വരും. അപ്പൊ രണ്ടാമത്തെ ഏതാ? കറസ്പോണ്ടൻസ് ആണ്. ഇതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യും? റെഫറൽ ലെറ്റർ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് റെഫറൽ ലെറ്റർ. ഇപ്പൊ വേറെ ഏതെങ്കിലും ക്ലിനിക്കിലോ ഹെൽത്ത് സെന്റേഴ്സിലോ ഒക്കെ കാണിച്ചിട്ട് അവിടെ ചിലപ്പോൾ അവിടുത്തെ എന്താ പറയാ ഫർദർ ട്രീറ്റ്മെന്റിനുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ട് നമ്മളോട് ഇന്ന ഡോക്ടറെ ഒന്ന് കൊണ്ടുപോയി ഇന്ന ഹോസ്പിറ്റലിലാണ് അവിടെ കൊണ്ടുപോയി കാണിക്കുന്നു പറഞ്ഞ് റെഫറൽ ലെറ്ററിലോട് കൂടി തന്നെ വിടുക അല്ലെ. 3 കോപ്പീസ് ഉണ്ടാക്കും. ഒരെണ്ണം ആ ഡോക്ടർ എഴുതി തന്നെ ഡോക്ടർ ആളുടെ തന്നെ കയ്യിൽ വെക്കും, അതിന്റെ ഒരു കോപ്പി. ബാക്കി 2 പേഷ്യന്റിന്റെ കയ്യിൽ കൊടുത്തു വിടും. അതിൽ അവിടെ ചെന്ന് നോക്കി പരിശോധിച്ചൊക്കെ കഴിയുമ്പോൾ അവിടുത്തെ ഡോക്ടർ അതിൽ ഒരു കോപ്പി അവിടെ തന്നെ വെച്ചിട്ട് മറ്റേ ഒരു കോപ്പി, 3ാമത്തെ കോപ്പി എന്ത് ചെയ്യും, ഇന്ന ട്രീറ്റ്മെന്റ് ഒക്കെയാണ് ഞാൻ കൊടുത്തതെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു റിപ്ലൈ പോലെ അല്ലെ മറുപടി പോലെ ആരാണോ അത് സജസ്റ്റ് ചെയ്ത് വിട്ട് റെഫർ ചെയ്ത് വിട്ട് ഡോക്ടർ അവർക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് ആവശ്യപ്പെടും അല്ലെ. അപ്പൊ അങ്ങനെ 3 കോപ്പീസ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചതാ. അങ്ങനെ ഏതെങ്കിലും റെഫറൽ ലെറ്റേഴ്സിന്റെ കോപ്പി അത് അതിനകത്ത് വരും. അഡ്മിഷൻ റിക്വസ്റ്റ്, അതായത് പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഫോമുകൾ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വരും. കൺസൾട്ട് ചെയ്തിരിക്കുന്ന ഫോമുകൾ വരും. കൺസെന്റ് ടു ആൻഡ് ഇൻവെസ്റ്റിഗേഷൻസ് മാത്രമല്ല പല പരിശോധനകളൊക്കെ നടത്താൻ ചിലപ്പോ ചില ഡിപ്പാർട്ട്മെന്റ് പരിശോധനകളൊക്കെ നടത്തിയിട്ട് വരുമല്ലോ, അതിന്റെ കൺസെന്റുകള്, ഓപ്പറേഷൻ മുമ്പുള്ള ചെക്കിംഗ് ചെയ്തേക്കണ പലതരത്തിലുള്ള ടെസ്റ്റുകളും മറ്റൊക്കെ ചെയ്തേക്കണ അതിന്റെ ലിസ്റ്റുകള്, നോട്ടിഫിക്കേഷൻ ഓഫ് സ്റ്റിൽ ബർത്ത് ഫോം. സ്റ്റിൽ ബർത്ത് എന്ന് പറഞ്ഞാൽ ചാവിള്ള, അതായത് നമ്മളുടെ കുട്ടികളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ചു പോകുന്നതാണ്. അങ്ങനെയുള്ള എന്തെങ്കിലും ഫോമുകള്, ബർത്ത് നോട്ടിഫിക്കേഷൻ ഫോമുകള്, മെഡിക്കൽ റിപ്പോർട്ടുകള്, ഇൻഫെക്ഷൻ കൺട്രോൾ ഫോം, അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിലെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അവര് എന്തെങ്കിലും കൺസെപ്റ്റ് അങ്ങനെ മറ്റു കാര്യങ്ങളൊക്കെ ഫോമൊക്കെ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻസിഡന്റ് റിപ്പോർട്ടുകൾ, എന്തെങ്കിലും കണ്ടെത്തലുകൾ നടത്തിയതിന്റെ റിപ്പോർട്ട്സ്. ഈ പറയുന്ന എല്ലാ റിപ്പോർട്ടുകളും റെഫറൽ ലെറ്റേഴ്സ് ഉൾപ്പെടെയുള്ള മറ്റ് അനേകം റിപ്പോർട്ടുകളാണ് നമ്മുടെ ഇതിൽ വരിക. കറസ്പോണ്ടൻസ്. ഇതിന്റെ കറസ്പോണ്ടൻസ് എന്താ? എല്ലാം ഇങ്ങനെയുള്ള ഫോമുകളാണ് വെക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പല നമുക്ക് എടുത്ത് നോക്കി ഇതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനൊക്കെ നമുക്ക് ആവശ്യമുള്ള വരുമല്ലോ. അപ്പൊ ആരെ കൺസൾട്ട് ചെയ്തു, അപ്പൊ കൺസൾട്ടേഷൻ ഫോം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കൺസെന്റ് വാങ്ങിച്ചിട്ടോ സമ്മതം വാങ്ങിച്ചിട്ടോ അപ്പൊ കൺസെന്റ് ഫോം ആവശ്യമുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന കറസ്പോണ്ടൻസ് വിഭാഗത്തിലായിരിക്കും, ആ ഫോൾഡറിലായിരിക്കും കീപ്പ് ചെയ്യുക. ഔട്ട് പേഷ്യൻസിന്റെ ലിസ്റ്റ് ക്രോണോളജിക്കൽ ഓർഡറില്, കറസ്പോണ്ടൻസിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫോംസ്,
ഒരുപാട് ഫോമുകളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട്, ആ ഫോമുകളെല്ലാം തന്നെ വരും. ഓക്കെ. പിന്നെ മൂന്നാമത്തേത് ഇൻവെസ്റ്റിഗേഷൻസ്. ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ അറിയാം പേഷ്യൻസിൽ പല രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയതിന്റെ ആയിരിക്കും. അതെന്തൊക്കെയായിരിക്കും? ലാബ് ടെസ്റ്റുകളോ അല്ലെ, റേഡിയോളജി ടെസ്റ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് ECG എടുത്തതാകാം, അതുപോലെ അൾട്രാസൗണ്ട് ഉപയോഗിച്ചതാകാം, അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പൊ അതെല്ലാം തന്നെ ഇങ്ങനെ അതാത് ഡിപ്പാർട്ട്മെന്റിൽ ലാബിൽ എടുത്തിരിക്കുന്ന ലിസ്റ്റുകൾ അവരുടെ കയ്യിലുണ്ടാകും. റേഡിയോളജി വിഭാഗമാണെങ്കിൽ അവരുടെ ഉണ്ടാകും, എക്സ്റേയിലാണെങ്കിൽ അവരുടെ കയ്യിലുണ്ടാകും. ECG പേഷ്യൻസിന്റെ എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര പേഷ്യൻസിന്റെ എടുത്തിട്ടുണ്ട് അതെല്ലാം ക്രോണോളജിക്കൽ ഓർഡറിൽ എല്ലാം ടൈമിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് അങ്ങനെയുള്ള സാധനമൊക്കെ റെക്കോർഡ് ചെയ്യുക. അപ്പൊ ക്രോണോളജിക്കൽ ഓർഡറിൽ ഈ പറയുന്ന ടെസ്റ്റുകളുടെയൊക്കെ ലിസ്റ്റുകൾ ഫോമുകളൊക്കെ കറക്റ്റ് ആയിട്ട് നോട്ടിഫൈ ചെയ്ത് എഴുതി വെക്കുന്നതാണ്. ഏത് ഫോൾഡറിൽ വരിക? ഇൻവെസ്റ്റിഗേഷൻ. ഇതെല്ലാം അവിടെ ഉണ്ടാക്കുക. ഇതെല്ലാം അതിന്റെ ഫോമുകളും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യും. അതിനകത്തൊരു ലബോറട്ടറി മൗണ്ട് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടെയ്ൻസ് ലബോറട്ടറി മൗണ്ട് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാബുകളിൽ അവർ കണ്ടെത്തുന്ന കാര്യങ്ങളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യാൻ ഒരു ഷീറ്റ് ആയിട്ടാണ് എഴുതി വെക്കുക. അപ്പൊ ഓരോ പേഷ്യന്റിന്റെ പേരുകള്, അവരില് ലാബ് ടെസ്റ്റ് നടത്തി, ഇപ്പൊ എക്സ്റേ ആണ് നടത്തി, അപ്പൊ എക്സ്റേയുടെ എന്താ ഫൈൻഡിങ്സ്, അവരെന്ത് കണ്ടെത്തി, എക്സ്റേ ഒക്കെ നടത്തി, എങ്ങനെയൊക്കെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഇങ്ങനെ കോളം വൈസ് ഒക്കെ ഇങ്ങനെ ഓരോരുത്തരെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഷീറ്റാണ്. ഒരു ഷീറ്റിന്റെ പേരാണ് കേട്ടത് എന്ത്? ലബോറട്ടറി മൗണ്ട് ഷീറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സ്പ്രെഡ് ഷീറ്റിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്ത് ഇങ്ങനെ വെക്കൂലേ, അപ്പൊ അതുപോലെ ഇങ്ങനെ കോളം വൈസും കോളം റോ വൈസ് ആയിട്ടൊക്കെ എഴുതി വെച്ചിട്ട് അവർ കണ്ടെത്തിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്ത് ടെസ്റ്റ് ആണ് നടത്തി അങ്ങനെ ആ ടെസ്റ്റിന്റെ പേരും അതിന്റെ വിവരങ്ങളും ഒക്കെ ഇങ്ങനെ കോളത്തിൽ ഓരോന്നും ഇങ്ങനെ എടുത്ത് എഴുതി വെക്കാം. പണ്ടതൊക്കെ ബുക്കുകളിലൊക്കെ ആയിരുന്നു. ഇന്ന് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കമ്പ്യൂട്ടറിൽ വളരെ ഈസി ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയതിൻ്റെതായ എല്ലാ റിപ്പോർട്ടുകളുമാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഫോൾഡറിൽ ഉൾപ്പെടുത്തുക. ക്ലിയർ ആയോ? യെസ്. നെക്സ്റ്റ് വൺ എന്താ? ഇൻപേഷ്യന്റ് ആണ്. ഇൻപേഷ്യൻസ് എന്താണ്? ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത് അപ്പോ എന്തായിരിക്കാം? ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അഡ്മിഷൻ ആണ്, അഡ്മിഷനുമായി ബന്ധപ്പെട്ടതാണ്. കണ്ടെയ്ൻസ് അഡ്മിഷൻ, ഡിസ്ചാർജ്. അതെ, അതായത് ഒരു ഹോസ്പിറ്റലിൽ പേഷ്യന്റ് അഡ്മിറ്റഡ് ആകുന്നത് മുതൽ ആൾക്ക് എന്തിനാണ് അഡ്മിറ്റ് ചെയ്തത്, അത് പിന്നെ മാത്രമല്ല അതിന്റെ ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻസ്, പ്രോഗ്രസ് നോട്ട്സ്, അത് ഫിസിഷ്യൻ നടത്തിയ പ്രോഗ്രസ് നോട്ട് ഉണ്ടാകും, മറ്റേ അനസ്തേഷ്യ റിപ്പോർട്ട്, അതുപോലെ ഓപ്പറേഷൻ റിപ്പോർട്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നത്. റിക്കവറി റെക്കോർഡ്സ്, ലേബർ റെക്കോർഡ്സ്, ലേബർ റൂമിന്റെ റെക്കോർഡുകൾ, ഇതൊക്കെയാണ് ലേബർ റെക്കോർഡ്സ് ഉദ്ദേശിക്കുന്നത്. ഡയബറ്റീസിന്റെ റെക്കോർഡുകൾ, അതായത് ഇൻപേഷ്യന്റ് ആയിരുന്ന പേഷ്യൻസിന് എന്തൊക്കെ ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. ടെസ്റ്റുകൾ മീൻസ് ഇതുപോലുള്ളത് അവരിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ, ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ടതോ റെസിസിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട്. എന്താണ് റെസിസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? പുനർജീവനം അല്ലെ. പുനർജീവനം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു എന്താ പറയാ, ഒരു ജീവൻ തിരിച്ചു കിട്ടുന്ന ഒരു അവസ്ഥ. അതായത് നമ്മള് CPR എന്ന് കേട്ടതില്ലേ? എന്താ അതിന്റെ ഫുൾ ഫോം? കാർഡിയോ പൾമിനറി റെസിസിറ്റേഷൻ ആണ്. എന്താ അത്? CPR എന്തിനാ കൊടുക്കുന്നേ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ കാർഡിയോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റില്. ഹാർട്ട് അറ്റാക്സുമായിട്ട് അതുപോലെയുള്ള ചില കാര്യങ്ങൾ കാണിക്കുമെന്ന് പെട്ടെന്ന് നിൽക്കുന്ന ആളുകൾ കുഴഞ്ഞു വീഴുക അല്ലെ. അപ്പൊ ആളെ നമ്മൾ 2 പ്രാവശ്യം തട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാ തലകറക്കമൊക്കെ ആണെങ്കിൽ അതിൽ നിന്നും നമുക്ക് ഇതായി പോകും. പക്ഷെ അതല്ല എങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മറ്റൊരു ഫസ്റ്റ് എയ്ഡ് ആണ്. ഹാർട്ട് അറ്റാക്സിന്റെ ഒരു സിംറ്റം ആണെന്ന് വിചാരിച്ച് കൊടുക്കുന്ന ഒരു കാര്യമാണ് CPR, കാർഡിയോ പൾമിനറി റെസിസിറ്റേഷൻ. ദാറ്റ് മീൻസ് ടു ബ്രിങ് ദം ടു ലൈഫ്, അതായത് ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ കൊടുക്കുന്ന ഒരു ഫസ്റ്റ് എയ്ഡ് ആണ്. റെസിസിറ്റേഷൻ പുനർജീവനമാണ്. ഇവിടെ അങ്ങനെയുള്ള റെക്കോർഡുകൾ, പിന്നെ എന്താ പറയാ ഇച്ച് റെക്കോർഡാണ് കേട്ടോ. മറ്റേ റിയാക്ഷൻസ് റെക്കോർഡ് ഉണ്ടെങ്കിൽ അത്, ഗ്രോത്ത് ചാർട്ട് റെക്കോർഡുകൾ, പാരാമെഡിക്കൽ സർവീസസ്, ആ പേരുകൾ അങ്ങനെ കൊടുത്തിരുന്നാൽ മതി, നോട്ട് ചെയ്താൽ മതി. നഴ്സിന്റെ നോട്ട്സ്, ഒബ്സർവേഷൻ ചാർട്ട്സ്, മെഡിക്കേഷൻ റെക്കോർഡ്സ്, ഫ്ലൂയിഡ് ബാലൻസ് ചാർട്ട്, ഇൻടേക്ക് അതായത് ഔട്ട്പുട്ട് ഇൻടേക്ക്, വൈറ്റൽ സയൻസ് റെക്കോർഡ്സ്, അങ്ങനെ ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്ത് വരും? ഇൻപേഷ്യന്റ് എന്ന് പറയുന്ന റെക്കോർഡിലാണ് വരിക. അതിന് മാത്രമല്ല ഈ പറയുന്ന റെക്കോർഡുകളൊക്കെ എങ്ങനെ സൂക്ഷിക്കണമെന്ന് അവരെടുത്ത് പറയുന്നുണ്ട്. വിത്ത് ദ മോസ്റ്റ് റിമോട്ട് അഡ്മിഷൻ ഷുഡ് ബി ഫൈൽഡ് അറ്റ് ദ ബോട്ടം. അതായത് കുറെ ദൂരത്തിലുള്ളതൊക്കെ ഏറ്റവും അടിയിലും, റീസെന്റ് ആയിട്ടുള്ള അഡ്മിഷൻസ് ഒക്കെ വന്നേക്കുന്നത് ഏറ്റവും മുകളിൽ വരുന്ന രീതിയിൽ. കാരണം റീസെന്റ് അഡ്മിഷൻസ് അതായത് അടുത്തിടെ
ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അഡ്മിറ്റ് ചെയ്ത പേഷ്യന്റിന്റെ റെക്കോർഡ് ഏറ്റവും മുകളിൽ വന്നെന്ന്. ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ബാക്കിൽ ആണ് എന്ത് ചെയ്യേണ്ടത്, ഫയൽ ചെയ്ത് എവിടെ വെക്കണം, ഇൻപേഷ്യന്റ് എന്ന് പറയുന്ന ഫോൾഡറിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഇൻപേഷ്യന്റിനകത്ത് വരുന്നത് ഈ 4 പോയിന്റിന്റെ പേരുകൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് 4 ഒന്ന് വേഗം വായിച്ചു നോക്കിയാ. അടുത്ത ഭാഗത്തെ ഇവിടെ എന്ത് നമ്മളുടെ നിങ്ങൾക്ക് നോട്ട് വിസിബിൾ ആണോ? നോക്കിയേ, അടുത്ത ഭാഗം നമുക്ക് എടുക്കണമെങ്കിൽ അവിടെ നോട്ട് ക്ലിയർ ആകാത്ത പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയാണോ? ഫയലിംഗ് മെത്തേഡ്സ് ആൻഡ് സ്റ്റോറേജ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ് ക്ലിയർ അല്ലല്ലോ? എന്താന്ന് ചോദിക്കട്ടെ, ഇവിടെ എന്തോ പറ്റിയിട്ടുണ്ട്, സംതിങ് ക്ലിയർ ഇല്ല. ക്ലിയർ ആവണ്ട നിഷ, ക്ലിയർ ആണോ നോക്കിയ? ഫയലിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഇല്ലല്ലോ. ഇവിടെ ഇങ്ങനെ എന്താ പറയാ, ബ്ലർ ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നുന്നു. കണ്ണും ക്ലിയർ ആയില്ല. അപ്പോഴേക്കും നിങ്ങൾക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം കേട്ടാ. കാണാനുള്ള അതന്നെ ഞാൻ എന്താ പറഞ്ഞ, അത്രയും ഭാഗം കാണുന്നില്ല. ഒന്ന് ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ടല്ലോ അല്ലേ? ശരിയായില്ലേ? നോട്ടിലൊക്കെ പറ്റിയില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. നമ്പർ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എടുക്കാം. കറസ്പോണ്ടൻസ്, ഇൻവെസ്റ്റിഗേഷൻ, ഇൻപേഷ്യന്റ് 4 ഫോൾഡറുകളാണ്. ആ ഫോൾഡറുകളിൽ ഓരോന്നിലും എന്തൊക്കെ വരുമെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നതൊക്കെ എളുപ്പം ഓർത്തിരിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ബുദ്ധിമുട്ടുണ്ടോ എന്തെങ്കിലും? ഇല്ല. ഓക്കെ,
ഓക്കെ, അടുത്തേക്ക് പോയാലോ? യെസ്. അപ്പൊ എല്ലാ ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുന്ന ഫോൾഡറിൽ ഇൻപേഷ്യന്റ് അഡ്മിറ്റ് ചെയ്ത പേഷ്യൻസിന് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടോ അതെല്ലാമാണ് ആ റെക്കോർഡിൽ വരിക. ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ടാവും, ഫിസിഷ്യൻസിന്റെ ഓർഡർ, അതുപോലെ തന്നെ ഫിസിഷ്യൻസിന്റെ പ്രോഗ്രസ് നോട്ട്, നഴ്സസിന്റെ പ്രോഗ്രസ് നോട്ട്, ഓപ്പറേഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട്, റെസിസിറ്റേഷൻ റെക്കോർഡ്, ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചില എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, ഡയബറ്റീസിന്റെ റെക്കോർഡ്സ്, ലേബർ റെക്കോർഡ്സ്, റിക്കവറി റെക്കോർഡ്സ്, ഒത്തിരി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടാ. ആ പേരുകളൊക്കെ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. ECG ഒക്കെയാണ് മറ്റേതിനകത്ത് വരിക. അതായത് ലാബിൽ നടത്തുന്ന ടെസ്റ്റുകളാണ് ECG, EEG. അതെന്താ EEG എന്ന് പറഞ്ഞാൽ? EEG കേട്ടിട്ടുണ്ടോ? ഇലക്ട്രോ എൻസെഫലോഗ്രാം. അതായത് നമ്മുടെ ഒരു ഇലക്ട്രിക്കൽ മെഷർമെന്റ് ആണ്. ആക്ടിവിറ്റി ഓഫ് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെ പരിശോധിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ആണ് കേട്ടോ. ഇലക്ട്രോ എൻസെഫലോഗ്രാം. SAPH ആണ്, F അല്ല, PH ആണ് കേട്ടാ. എഫിന് പകരം അവിടെ PH എന്നാക്കാം. ഓക്കെ, യെസ്. അപ്പൊ ആ ഒരു സംഭവം നമ്മുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റി എത്രത്തോളം അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള നടത്തുന്ന ടെസ്റ്റ് ആണ് EEG എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷനിൽ വരുന്നത്. നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫോൾഡറിലാക്കി 4 ഫോൾഡേഴ്സിൽ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള മെഡിക്കൽ റെക്കോർഡുകളും ഡാറ്റാസ് ഒക്കെ ഫോൾഡേഴ്സിലാക്കി കീപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഫയലിംഗ്. ഇതിനെയൊക്കെ നമ്മൾ ഫയൽസ് ആക്കി മാറ്റുന്ന, ഇത് ഫയൽ ആക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നത് മെഡിക്കൽ റെക്കോർഡ്സ് എല്ലാം. അപ്പൊ ഫയലുകളിലാക്കുന്നതിന് പ്രത്യേക രീതിയുണ്ട്. ആ രീതികളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന് പ്രധാനമായിട്ടും 4 ടൈപ്സ് ആണ്, 4 രീതികളാണ് നമ്മുടെ റെക്കോർഡ്സ് ഈ പറയുന്ന ഫയൽ ചെയ്യാനോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാനോ ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. 4 മെത്തേഡുകളാണ്. ഒന്ന്, സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. 2, യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം. 3, സ്ട്രേറ്റ് നമ്പർ സിസ്റ്റം, ന്യൂമറിക് സിസ്റ്റം, അല്ലെങ്കിൽ സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് എന്ന് പറയാം. ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ മിഡിൽ ഡിജിറ്റ് ഫയലിംഗ് ഉണ്ട്. 5 ടൈപ്പ് ഓഫ് മെത്തേഡുകളാണ് ഏതിന്? നമ്മുടെ ഈ ഫയലുകളാക്കി മാറ്റി അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ ഏതെങ്കിലുമൊക്കെ മെത്തേഡുകളൊക്കെ ഓരോ ആളുകളും ഓരോ ഓർഗനൈസേഷൻസും നമ്മുടെ ഹോസ്പിറ്റൽസ് മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ഫയലുകൾ സൂക്ഷിക്കാൻ വേണ്ടി അവർ ഓരോ സിസ്റ്റംസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ മെത്തേഡുകൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്നുകൂടി പറയാം, 5 മെത്തേഡുകളുടെ പേര് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ആ മെത്തേഡുകളും ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാണ്ട് പേരുകൾ മാത്രമല്ല അതിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ, അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതാണ് ഓരോന്നിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഓരോ സിസ്റ്റത്തിലുമുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് കൂടി അറിഞ്ഞിരിക്കണം. So first one, serial numbering and filing system, unit numbering and filing system, straight numeric filing, terminal digit filing and middle digit filing. 5 എണ്ണം. അപ്പൊ നമുക്ക് ഇനി ഒന്നാമത്തെ നോക്കാം. ഒന്നാമത്തേല് സീരിയൽ നമ്പറിംഗ്. സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾക്ക് സാധാരണ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എഴുതി വെക്കുമ്പോ കൂടുതൽ ഡാറ്റാസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ 1, 2, 3, 4 അങ്ങനെ ഇടും അല്ലെ? സീരിയൽ നമ്പർ അനുസരിച്ച് ഓരോരുത്തർ പേര് എഴുതുന്നു, അവർക്ക് ഇങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ ആയിരിക്കും നമ്മൾ എഴുതി വെക്കുക. ഇവിടെയും അതുപോലെ തന്നെയാണ്. സീരിയൽ നമ്പർ ഈസ് ഗിവൺ ടു ദ പേഷ്യൻസ്. ഓരോ പേഷ്യൻസിനും ഓരോ പുതിയ നമ്പറുകൾ സീരിയൽ നമ്പർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു ഫോർ ഈച്ച് ഒക്കേഷൻ ഓഫ് ട്രീറ്റ്മെന്റ്. ഓരോ ട്രീറ്റ്മെന്റിനും ഹോസ്പിറ്റൽസിൽ വരുമ്പോ അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഹോസ്പിറ്റൽസിലേക്ക് പേഷ്യൻസ് വരുമ്പോ ദേ വിൽ ബി പ്രൊവൈഡഡ് ഈച്ച് ആൻഡ് എവറി ടൈം ദേ വിൽ ബി പ്രൊവൈഡഡ് എ നമ്പർ. ഓരോ പുതിയ നമ്പർ കൊടുക്കുന്നു. എന്നുവെച്ചാൽ ഇന്നും ഒരു നമ്പർ കൊടുത്തു, അടുത്തത് വേറെ ദിവസം വന്നിട്ട് അടുത്ത ഡിപ്പാർട്ട്മെന്റിലാണ് ചിലപ്പോൾ കാണിച്ചത്, അപ്പൊ അവിടെ വേറെ നമ്പർ കൊടുത്തു. അങ്ങനെ നമ്പറുകൾ ഇങ്ങനെ സീരിയൽ നമ്പർ ആയിട്ട് ഓരോന്ന് ഓരോ ഒക്കേഷനിലും പ്രൊവൈഡ് ചെയ്യുന്നു. ഡിഫറെന്റ് നമ്പേഴ്സ് അലോട്ട് ചെയ്യുന്നത് കൊണ്ട് ദ പേഷ്യന്റ് വിൽ ഹാവ് മോർ ദാൻ 1 ടൈംസ്. ചിലപ്പോൾ കൂടുതൽ പ്രാവശ്യം വരുമ്പോൾ കൂടുതൽ നമ്പേഴ്സ് അവർക്ക് കൂടുതൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം എന്താ? കാരണം ഓരോ പ്രാവശ്യം വരുമ്പോൾ പുതിയ നമ്പർ അല്ലേ കൊടുത്തേക്കണേ. അപ്പൊ കുറെ റെക്കോർഡ്സ് ഓൾസോ വിൽ ബി ദർ. അപ്പൊ ഇതെന്താവും? കൂടുതൽ റെക്കോർഡുകളും അവിടെ ഉണ്ടാകും. ഓൾ നമ്പേഴ്സ് അലോട്ടഡ് ടു എ പേഷ്യന്റ് ആർ റെക്കോർഡഡ്. ഇവർക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ നമ്പറുകളും അപ്പൊ എന്ത് ചെയ്യും? എന്നിട്ട് ഒരു ഇൻഡെക്സ് ഉണ്ട്, നമ്മൾ നേരത്തെ പഠിച്ചേണ്ടത് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറയുന്ന, അതിനകത്ത് റെക്കോർഡ് ചെയ്യും. എല്ലാ നമ്പേഴ്സും അവിടെയായിരിക്കും റെക്കോർഡ് ചെയ്യാം. ഓക്കെ, മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിനകത്ത് ഈ പറയുന്ന നമ്പേഴ്സ് എല്ലാം അവർക്ക് കൊടുത്തിരിക്കുന്ന പേഷ്യൻസിന് അലോട്ട് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുന്നു. ഇനി ഒരു പുതിയ നമ്പർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത്
എ ന്യൂ മെഡിക്കൽ റെക്കോർഡ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഓരോ നമ്പർ പുതിയ കൊടുക്കും, പുതിയ പുതിയ മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ആവും അല്ലെ, പുതിയ പുതിയ മെഡിക്കൽ റെക്കോർഡ് ഡെവലപ്പ് ചെയ്യും. ഇന്ന് ഒരെണ്ണം കൊടുത്തു, 5 ദിവസം കഴിഞ്ഞ് അല്ലെങ്കിൽ 10 ദിവസം കഴിഞ്ഞാൽ വേറെ, ഒരു മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു കൊല്ലം കഴിഞ്ഞ് വേറെ ഒരെണ്ണം വരുമ്പോൾ അടുത്തൊരു മെഡിക്കൽ റെക്കോർഡ് ഓപ്പൺ ആവും അല്ലെ. അങ്ങനെ അങ്ങനെ എന്ത് ചെയ്യുന്നു, കൂടുതൽ നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതനുസരിച്ച് മെഡിക്കൽ റെക്കോർഡ്സ് ഓൾസോ വിൽ ബി ഡെവലപ്ഡ്. അതിന് ഓരോന്നിനും മെഡിക്കൽ റെക്കോർഡ്സ് ഡെവലപ്പ് ചെയ്യും. പേഷ്യൻസ് റെക്കോർഡ് ആർ അങ്ങനെ എന്ത് വെക്കും, ഫയൽ അറ്റ് മെനി പ്ലേസസ്. അപ്പൊ ഹോസ്പിറ്റൽസിൽ പല പല സ്ഥലങ്ങളിലായിട്ട് കൂടുതൽ കൂടുതൽ ഫയലുകൾ അവർക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ആകും. ആൻഡ് അതനുസരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നു, അതാത് ഇതനുസരിച്ചിട്ട് മാത്രം അവർക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. നമ്പർ ഓഫ് ടൈംസ് പേഷ്യന്റ് ഹാവ് റിസീവ്ഡ് കെയർ, എത്ര ടൈംസ് ആ പേഷ്യന്റിന് ആ ഹോസ്പിറ്റൽസിൽ കെയറിന് കിട്ടിയിരുന്നോ അത്രയും പ്രാവശ്യത്തെ മെഡിക്കൽ റെക്കോർഡ്സ് അവിടെ ഡെവലപ്പ് ആകുകയും അത്രയും ഫയൽസ് ആ പേഷ്യന്റിനെ സംബന്ധിച്ച് അവിടെ റെക്കോർഡ്സിൽ വരികയും ചെയ്യും. അത്രേ ഉള്ളൂ. സീരിയൽ നമ്പർ പല പല നമ്പർ പല പ്രാവശ്യം വരുമ്പോ പുതിയ പുതിയ നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്, പല പല മെഡിക്കൽ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. ഓരോ പ്രാവശ്യം വരുന്നതനുസരിച്ച് മെഡിക്കൽ റെക്കോർഡ്സിന്റെ എണ്ണം കൂടുന്നു, അതനുസരിച്ച് അവർക്കുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അവിടെ ഒരു പ്രത്യേക എന്തെങ്കിലും ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്ന എന്നൊന്നുമില്ല, അങ്ങനെ തന്നെ നടക്കും. രണ്ടാമത്തേത് യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം ആണ്. ഇതൊന്നും കൂടി ഇത് മറ്റേ ആദ്യം പറഞ്ഞ മനസ്സിലാക്കാനായിട്ട് രണ്ടാമത്തത് പറയുന്നത് ഒന്നും കൂടി ക്ലിയർ ആകും. എന്താണ് ഇവിടെ, here the patient is allocated a number, ഒരു നമ്പറാ കൊടുക്കുന്നത് on the first time of admission. ആദ്യത്തെ പ്രാവശ്യം വരുമ്പോ അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യുമ്പോഴാണോ അല്ലെങ്കിൽ പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുമ്പോഴോ എപ്പോഴാണെങ്കിലും ഒരു പ്രാവശ്യം ഒരു നമ്പറാണ് കൊടുക്കുക. ആൻഡ് ദീസ് നമ്പർ വിൽ ബി റീറ്റെയിൻഡ് ഫോർ their subsequent admissions or visits. അതായത് പിന്നീട് വരുന്ന വിസിറ്റുകൾക്കോ അഡ്മിഷൻസിനോ ഒക്കെ ഇതേ നമ്പർ തന്നെ യൂസ് ചെയ്യുന്നു. അപ്പൊ ക്ലിയർ ആയിട്ടുണ്ടാകും ആദ്യത്തെ സാധനം. ആദ്യം പറഞ്ഞ നമ്പറിംഗ് സിസ്റ്റം മനസ്സിലായോ? ഓരോ പ്രാവശ്യം വരുമ്പോ ഓരോ പുതിയ പുതിയ നമ്പർ കൊടുക്കുമ്പോ പുതിയ പുതിയ മെഡിക്കൽ റെക്കോർഡ്സ് വരുന്നു. ക്ലിയർ ആയോ? ഇപ്പൊ രണ്ടാമത്തെ മെത്തേഡിൽ നമ്മൾ യൂണിറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? യൂണിറ്റ് മീൻസ് 1 എന്നാണ്, ഒരെണ്ണം ഉള്ളൂ, ഒരെണ്ണം. ഒരു പ്രാവശ്യം എപ്പോഴാണ് വരുന്നത്, പുതിയതായിട്ട് വരുമ്പോ ഒരു നമ്പർ കൊടുക്കുന്നു. അഡ്മിഷൻ ആയിക്കോട്ടെ, വിസിറ്റിംഗ് വേണത് ആയിക്കോട്ടെ, ഒരെണ്ണം കൊടുക്കുന്നു. അത് തന്നെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, അടുത്തടുത്ത അഡ്മിഷൻസിനോ വീണ്ടും ട്രീറ്റ്മെന്റിന് വേണ്ടി വരുമ്പോഴൊക്കെ നമുക്ക് യൂസ് ദ സെയിം നമ്പർ, ആ നമ്പർ തന്നെ ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോ ദ യൂണിറ്റ് നമ്പറിംഗ് സിസ്റ്റം പ്രൊവൈഡ്സ് ഓൺലി 1 യൂണിറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്. അപ്പൊ വരുമ്പോ എന്ത് പറ്റും, ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് ഈ പേഷ്യന്റിനെ സംബന്ധിച്ച് ഉണ്ടാകുള്ളൂ. ആൻഡ് ഓൾ ദ അതർ റെക്കോർഡ്സ് ഫ്രം അതർ ഡിപ്പാർട്ട്മെന്റ്സ്, വേറെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ഇവര് നേരത്തെ കണ്ടിട്ടുണ്ടോ കാണിച്ചിട്ടുണ്ടോ അവിടെ നിന്ന് ഇതെല്ലാം കളക്ട് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒറ്റ റെക്കോർഡ്സിനകത്ത് കൊണ്ടുവരും. അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർവീസസ് എവിടെ പ്രൊവൈഡ് ചെയ്തതായാലും അവിടെയൊക്കെ വേറെ വേറെ സ്ഥലത്ത് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നില്ല. ഓൾ ദീസ് റെക്കോർഡ്സ് ആർ ഗ്യാതേർഡ് ടുഗദർ. ഗ്യാതേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, കളക്ട് ചെയ്ത് ഈ ഒരൊറ്റ റെക്കോർഡ്സിനകത്തേക്ക് കൊണ്ടുവരണം. ബിക്കോസ് അവിടെ സിസ്റ്റത്തിന്റെ പേര് ഇങ്ങനെയാണ്, യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം എന്നാണ്. അപ്പൊ ഒരു യൂണിറ്റ് ആണ് ഒരു റെക്കോർഡ് ഒരു പേഷ്യന്റിനുള്ളൂ. അങ്ങനെ ടോട്ടൽ പേഷ്യൻസ് മെഡിക്കൽ കെയർ, അവിടെ കിട്ടുന്ന മൊത്തത്തിലുള്ള കെയറിങ് ബിലോങ്സ് ടു ദ വൺ റെക്കോർഡ്. ആ ഒരു ഒറ്റ മെഡിക്കൽ റെക്കോർഡിലായിട്ട് ഒറ്റ ഫോൾഡറിലായിട്ട് എന്ത് ചെയ്യുന്നു, ഫയൽ ചെയ്യുന്നു അണ്ടർ 1 നമ്പർ, ഒറ്റ നമ്പർ. അതാണ് രണ്ടാമത്തെ മെത്തേഡായ യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത. ക്ലിയർ ആയോ? മനസ്സിലായോ? രണ്ടും തമ്മിലുള്ള വ്യത്യാസവും മനസ്സിലായോ? സീരിയൽ നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റവും യൂണിറ്റ് നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? കമ്പയർ ചെയ്ത് നോക്കുക. രണ്ട് രീതിയിലാണ്, രണ്ടും രണ്ട് ഡിസ്ട്രിക്റ്റിലാണ് കിടക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഒന്നുകൂടി പറയാം. രണ്ടാമത്തേല് എപ്പോഴും ഒരു ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു. ആൻഡ് യു വിൽ ബി അലോട്ടഡ് 1 നമ്പർ. നമുക്കൊരു യൂണിറ്റ് നമ്പർ, ഒരു നമ്പർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ഇഫ് യു ആർ ഗോയിങ് എനി ടൈംസ്, അതായത് വീണ്ടും നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ ഹോസ്പിറ്റൽസിൽ പോകുന്നു, ദ സെയിം നമ്പർ ഈസ് റിട്ടൈൻ വിത്ത് us. നമ്മൾ അതേ നമ്പർ ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീണ്ടും പോകുന്നത്. അല്ലാതെ വേറെ വേറെ നമ്പർ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ തരുന്നില്ല എന്ന്. ക്ലിയർ ആയോ? പറയും. മനസ്സിലായോ? ആദ്യത്തെ പോയിന്റ് മനസ്സിലായോ നിങ്ങൾക്ക്? അതെ, hence the patient is allocated a number on the first admission or visit which is retained for all subsequent admissions or treatment. ഏതൊക്കെ പിന്നീട് ഉണ്ടാകുന്ന അഡ്മിഷൻസിനോ ട്രീറ്റ്മെന്റിനോ പിന്നീടൊക്കെ നമ്മൾ പോകുമ്പോഴും സെയിം നമ്പർ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. യൂണിറ്റ് നമ്പറിംഗ് പ്രൊവൈഡ്സ് എ സിംഗിൾ റെക്കോർഡ്. അതുകൊണ്ട് തന്നെ ഒറ്റ നമ്പറെ നമുക്ക് തരുന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരു റെക്കോർഡേ ഉണ്ടാവാൻ പാടുള്ളൂ. all the other data from different departments, മറ്റ് പല സ്ഥലങ്ങളിലും നമ്മൾ സേവനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം will be എന്ത് ചെയ്യുന്നു, കളക്റ്റഡ്. അതെല്ലാം കൊണ്ടത് ഗ്യാദർ ചെയ്ത് ഒറ്റ
ഇതിനകത്തേക്ക് ഒറ്റ റെക്കോർഡ്സിലേക്ക് കൊണ്ടുവന്ന് ഗ്യാദർ ചെയ്ത് വെക്കും. And the patient's total medical record is thus filed in one folder with one number. അങ്ങനെ പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡുകളെല്ലാം തന്നെ ഒരു യൂണിറ്റിലോ ഒരു ഫോൾഡറിൽ ഒരു നമ്പറിൽ കീപ്പ് ചെയ്യും. ക്ലിയർ ആയോ? ഈ സംശയം ഉണ്ടോ? ചോദിച്ച ആളുകൾക്ക് ആർക്കെങ്കിലും ഈ സംശയം ഉണ്ടോ? സീരിയൽ നമ്പറിങ്ങും യൂണിറ്റ് നമ്പറിങ്ങും ഫയലുകളൊക്കെ ഇങ്ങനെയൊക്കെയാണ് സൂക്ഷിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ പല പല ഇതിപ്പോ സീരിയൽ നമ്പറിങ് ആദ്യത്തെ മെത്തേഡ് അത്രയധികം അങ്ങനെ ഫോളോ ചെയ്യുന്നോ എന്ന് ചിലരൊക്കെ അങ്ങനെ ഫോളോ ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. അപ്പൊ പല പല സിസ്റ്റമാണ് ഇത്. അവരുടെ സൗകര്യം അനുസരിച്ച് അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് അവർക്കത് ഉപയോഗപ്പെടുത്താം, ഏത് രീതിയിൽ നമുക്ക് കൊണ്ടുപോകണമെന്ന്. ക്ലിയർ ആയോ? അടുത്ത നമ്പറിലേക്ക് പോകണോ അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്തണോ? നിങ്ങൾ പറയുന്ന പോലെ ചെയ്തു പോകാം. അടുത്തൊരു പോയിന്റ് കൂടി പറയാം അല്ലെ? വെരി ഗുഡ്. ഓക്കെ, ഞാൻ നിങ്ങൾ പേടിച്ചിട്ടാണ് ഞാൻ അവിടെ വെച്ച് നിർത്തണോ വേണ്ടെന്ന് ചോദിച്ചത്. കാരണം കുറെ കിടന്ന് പറയണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നിയാലോ പേടി, അതുകൊണ്ടാണ് ഞാൻ നിർത്താൻ പോയത്. സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് കൂടി നമുക്ക് എന്നാ പറയാം. ഓക്കെ, അപ്പൊ എന്താ സ്ട്രേറ്റ് ആണ് കേട്ടോ. സ്ട്രേറ്റ് ഫോർവേഡ് ആണ്, വളഞ്ഞ വഴിയൊന്നുമില്ല. ഒരു ക്രോണോളജിക്കൽ ഓർഡറില് മെഡിക്കൽ റെക്കോർഡ്സ് നമ്പറുകളൊക്കെ ആയിട്ട് എഴുതി സൂക്ഷിക്കുന്നതാണ്. സ്ട്രേറ്റ് ലൈൻ എന്ന് പറയുന്ന ന്യൂമറിക് മെത്തേഡ് ഫയൽസ് ദ റെക്കോർഡ്സ്. അവിടെ ഫയലുകളൊക്കെ റെക്കോർഡുകളാക്കി മാറ്റി അക്യുറേറ്റ് ആയിട്ട് വളരെ കൃത്യതയോടെ സൂക്ഷിക്കുന്നത് എങ്ങനെയാ? ക്രോണോളജിക്കൽ ഓർഡറിൽ, അതായത് ഡേറ്റുകളുടെയും ടൈമുകളുടെയും അടിസ്ഥാനത്തിൽ മെഡിക്കൽ റെക്കോർഡ് നമ്പറുകളാക്കി മാറ്റിയാണ് സൂക്ഷിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ് അവർ അതിനു വേണ്ടി ഉപയോഗിക്കുക. കോൺസിക്യൂട്ടീവ് മീൻസ് എന്താ? അടുത്തടുത്ത സംഖ്യകളായിട്ട് ഉപയോഗിക്കാം. അത് അവരുടെ ഷെൽഫിൽ അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുമ്പോൾ പല പല റെക്കോർഡ്സുകൾ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതൊരു കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു നമ്പർ ആയിരിക്കും അതിന് വേണ്ടി അവർ ഉപയോഗിക്കാം. അവരിങ്ങനെ പറയുന്നുണ്ട്, ഒരു ഫയലായിട്ട് ഉപയോഗിക്കുമ്പോൾ അതെ 1 2 3 4 1 2 3 4 4 വരെയുള്ള ഡിജിറ്റ് സെയിം ആണ്. പിന്നെയുള്ളത് നോക്കിയാൽ 12, വീണ്ടും 1 2 3 4 13 14 15 കണ്ടോ? അങ്ങനെ ഒരു നമ്പർ ഇപ്പൊ കോൺസിക്യൂട്ടീവ് നമ്പർ ആണ്. അതായത് 12 34 12 12 34 13 അതായത് ആദ്യത്തെ 4 ഡിജിറ്റ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. അതങ്ങനെ മെഡിക്കൽ റെക്കോർഡ്സിൽ ആ ഒരു രീതിയിൽ അവര് ഒരു നമ്പർ സ്റ്റാർട്ടിങ് കൊടുത്തിരിക്കുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ അതിന് 1 2 3 4 അങ്ങനെ ലാസ്റ്റ് ഡിജിറ്റ് വരെ. ഇപ്പൊ നമ്മള് ഈ കുട്ടികളൊക്കെ എക്സാം ഒക്കെ ആവുമ്പോഴേ ഹോൾ ടിക്കറ്റ്സിൽ ഒരു നമ്പർ കാണാം നിങ്ങൾക്ക്. സ്കൂളുകളിലൊക്കെ 10ാം ക്ലാസ് തുടങ്ങിയുള്ള കുട്ടികളുടെയൊക്കെ ഹോൾ ടിക്കറ്റ് നമ്പർ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് അതുപോലെ തന്നെ അറിയായിരിക്കും. നമ്മൾക്കും ഒരു പല എക്സാംസ് ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്തവരാണ്. ആ രജിസ്റ്റർ നമ്പർ തുടങ്ങുന്നത് ഒരു നമ്പറിൽ നിന്ന് തുടങ്ങും. എന്നിട്ട് അതിന് കോൺസിക്യൂട്ടീവ് ആയിട്ട് അടുത്തടുത്ത നമ്പർ ആൽഫബറ്റിക് ഓർഡേഴ്സിൽ കുട്ടികളുടെ പേരുകളാക്കിയതിന് ശേഷം മൊത്തത്തിലുള്ളതായിരിക്കും നോക്കുക. എന്നിട്ടാണ് ആ നമ്പേഴ്സ് അലോട്ട് ചെയ്യുക. അപ്പൊ ഓരോ സ്കൂളുകളിലും മൊത്തത്തിലുള്ള അറ്റൻഡൻസിന്റെ ആ ഒരു രജിസ്റ്റർ നോക്കി ആൽഫബറ്റിക് ഓർഡറിലൊക്കെ കറക്റ്റ് ചെയ്തിട്ടാണ് ആ നമ്പറുകളൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത് ഓരോ കോഡുകളും ഓരോ സ്കൂളുകൾക്കൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ ഇവിടെ അങ്ങനെയാണ്. ഓരോ മെഡിക്കൽ റെക്കോർഡ്സിനും ഓരോ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള അടുത്തടുത്ത നമ്പറുകൾ പ്രൊവൈഡ് ചെയ്ത് അത് കറക്റ്റ് ആയിട്ട് അക്യുറേറ്റ് ആയിട്ട് ഓരോ ഷെൽഫിൽ ഇതിനെ അറേഞ്ച് ചെയ്തിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു പുൾ ഔട്ട് എനി നമ്പർ ഓഫ് റെക്കോർഡ്സ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഏത് നമ്പറിലുള്ള റെക്കോർഡാണ് വേണ്ടത് ഈസി ആയിട്ട് അത് ഷെൽഫിൽ നിന്നൊക്കെ ആകുമ്പോൾ എടുക്കാനൊക്കെ പറ്റും. കാരണം അതിൽ കൃത്യമായിട്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. സോ ഫോർ എനി പർപ്പസ് ഏത് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഫയലുകളാണ് അവർക്ക് വേണ്ടത് അത് കൃത്യമായിട്ട് ആ ഷെൽഫിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റും. അതാണ് സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ്. സ്ട്രേറ്റ് ആയിട്ടുള്ള കുറെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അക്യുറേറ്റ് ആയിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുന്ന രീതിയാണ് സ്ട്രേറ്റ് നമ്പറിക് ഫയലിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ന്യൂമറിക് ഫയലിംഗ് എന്ന് പറയുന്നത്. അതിന്റെയൊക്കെ ഓരോ സെന്റൻസുകൾ നിങ്ങൾ ആദ്യത്തെ ഒരു സെന്റൻസ് ഒക്കെ പഠിച്ചു വെച്ചാലും മതി. യൂണിറ്റ് ഇപ്പൊ സീരിയൽ നമ്പറിങ്ങിന്റെ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ പുതിയ നമ്പർ കൊടുക്കുന്നു. ഒന്നാമത്തെ പോയിന്റിൽ തന്നെ സംഭവം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരൊറ്റ പോയിന്റിൽ ആദ്യത്തെ ഫസ്റ്റ് പോയിന്റ് യൂണിറ്റ് നമ്പറിങ്ങിനകത്തും അതെ ഒറ്റ ആദ്യത്തെ പോയിന്റിൽ തന്നെ സംഭവം എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഹിയർ ദ പേഷ്യന്റ് ഈസ് അലോക്കേറ്റഡ് ഓൺലി വൺ നമ്പർ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓർ വിസിറ്റ് വിച്ച് ഈസ് റിറ്റെയിൻഡ് ഫോർ ഓൾ ദ സബ്സിക്വന്റ് അഡ്മിഷൻസ് ആൻഡ് ട്രീറ്റ്മെന്റ്. ഇവിടെ വരെ ആദ്യത്തെ ആ ഒരു പോയിന്റിലുണ്ട്. മൂന്നാമത്തേല് സ്ട്രേറ്റ് ന്യൂമറിക് മീൻസ് ഫയലിംഗ് ഓഫ് റെക്കോർഡ്സ് ഇൻ അക്യുറേറ്റ് ക്രോണോളജിക്കൽ ഓർഡർ ആസ് പെർ ദ മെഡിക്കൽ റെക്കോർഡ് നമ്പർ. ഒരു പോയിന്റിൽ ഓരോ പോയിന്റിലും അതിന്റെ എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ട് ആ ഒരു മെത്തേഡിന്റെ. ക്ലിയർ ആയോ? സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ് മനസ്സിലായോ? യെസ്.
ഇപ്പൊ 3 മെത്തേഡുകൾ നമ്മൾ പറഞ്ഞു, 5 മെത്തേഡുകൾ ഉണ്ട്. അതിന്റെ അണ്ടർ കൊണ്ട് ടെർമിനൽ ഡിജിറ്റിങ്ങും ഉണ്ട്, മിഡിൽ ഡിജിറ്റ് ഫയലിംഗും ഉണ്ട്. അതില് ഈ ആദ്യം പറഞ്ഞ നമ്മുടെ 3ാമത്തെ മെത്തേഡ് പറഞ്ഞില്ലേ, സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ്, അതിൽ നിന്നും ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ടെർമിനലും പിന്നെ അതുപോലെ മിഡിലും ആ ഡിജിറ്റുകളുടെ സ്ഥാനം മാറുന്നു മാത്രമേ ഉള്ളൂ. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി നമ്മള് റിസ്ക് എടുക്കണ്ട, 29. ഓക്കെ, ഇത്ര വരെ മതിയില്ലേ? വായിച്ചൊക്കെ നോക്കുക, അടയാളപ്പെടുത്താൻ പറഞ്ഞതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, സി യു.